മദ്യനയത്തിൽ സർക്കാരും കെപിസിസിയും തമ്മിലുള്ള പരസ്യ പോരിന് വിരാമം. നയത്തിലെ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ സർക്കാരുമായി സഹകരിക്കാൻ തീരുമാനിച്ചതായി കെപിസിസി അധ്യക്ഷൻ വി എം സുധീരൻ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ബിയർ വൈൻ പാർലറുകൾക്ക് ലൈസൻസ് നൽകിയതിൽ കെപിസിസിക്ക് വിയോജിപ്പുള്ളതായും സുധീരൻ പറഞ്ഞു. അതേസമയം മദ്യലോബിയുടെ സമ്മർദ്ദത്തെ തുടർന്നാണ് നയം മാറ്റിയതെന്നടക്കമുള്ള വിവാദ പ്രസ്താവനകളിൽ നിന്ന് പിന്നോട്ട് പോയോ എന്ന ചോദ്യത്തോട് സുധീരൻ പ്രതികരിച്ചില്ല. മദ്യനയത്തിൽ പരസ്യപ്പോര് അവസാനിപ്പിക്കണമെന്ന കെപിസിസി സർക്കാർ ഏകോപന സമിതി തീരുമാനത്തിന് വഴങ്ങിക്കൊണ്ടാണ് സർക്കാരുമായി യോജിച്ചു പോകുമെന്ന തീരുമാനം വി എം സുധീരൻ പ്രഖ്യാപിച്ചത്. മദ്യനയത്തിലെ വിയോജിപ്പുകൾ അവസാനിച്ചിട്ടില്ലെന്നും സുധീരൻ പറഞ്ഞു. എന്നാൽ ഈ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ സർക്കാരുമായി സഹകരിക്കും. ആരും എവിടെയും പുറകോട്ട് പോകുന്നില്ല. അതാത് സമീപനങ്ങളിൽ നിന്നുകൊണ്ട് തന്നെ ഒറ്റക്കെട്ടായി മുന്നോട്ട് പോകുക, അതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. മദ്യവർജനവും മദ്യനിരോധനവും എന്ന നിലപാടിൽ കെപിസിസി തുടർന്നും ഉറച്ചു നിൽക്കും. വെല്ലുവിളികളെ അഭിമുഖീകരിച്ച് തെരഞ്ഞെടുപ്പുകളെ പാർട്ടിയും സർക്കാരും ഒറ്റക്കെട്ടായി നേരിടും. അതേസമയം മദ്യലോബിയുടെ സമ്മർദ്ദത്തിന് വഴങ്ങിയാണ് സർക്കാർ നയം മാറ്റിയതെന്ന മുൻ പ്രസ്താവനയിൽ ഉറച്ചു നിൽക്കുന്നുണ്ടോ എന്ന ചോദ്യത്തിന് കൃത്യമായ മറുപടി നൽകാൻ സുധീരൻ തയ്യാറായില്ല. പറയാനുള്ളതൊക്കെ വളരെ കൃത്യമായി പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. പുതിയ കാര്യമൊന്നും പറയാനില്ല. ഇതിലെ വന്നിട്ടുള്ള പുതിയ കാര്യം എന്ന് പറയുന്നത് ഇന്നലത്തെ പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗമാണ്. ആ യോഗത്തിന്റെ തീരുമാനമാണ് നിങ്ങളെ അറിയിച്ചിട്ടുള്ളത്. സോ താങ്ക് യു വെരി മച്ച്. കൂടുതൽ ചോദ്യങ്ങൾ ഉയർന്നതോടെ സുധീരൻ വാർത്താ സമ്മേളനം അവസാനിപ്പിക്കുകയായിരുന്നു. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. രാജ്യഭീഷണിയുമായി കെപിസിസി വൈസ് പ്രസിഡന്റ് വി ഡി സതീശൻ. ഇന്നലെ നടന്ന സർക്കാർ പാർട്ടി ഏകോപന സമിതിയിലാണ് സതീശൻ രാജ്യഭീഷണി മുഴക്കിയത്. താൻ കൂടി പറഞ്ഞിട്ടാണ് സതീശനെ വൈസ് പ്രസിഡന്റ് ആക്കിയതെന്ന സുധീരന്റെ പരാമർശത്തെ തുടർന്നാണ് ആരുടെയും ഔദാര്യം വേണ്ടെന്നും താൻ രാജിവെക്കാൻ തയ്യാറാണെന്നും സതീശൻ വ്യക്തമാക്കിയത്. മദ്യനയം പരിഹരിക്കാൻ ചേർന്ന സർക്കാർ പാർട്ടി ഏകോപന സമിതി യോഗത്തിലാണ് കെപിസിസി പ്രസിഡന്റ് വി എം സുധീരനും വൈസ് പ്രസിഡന്റ് വി ഡി സതീശനും തമ്മിൽ ഏറ്റുമുട്ടിയത്. സുധീരൻ അല്പം കൂടി സഹിഷ്ണുതയോടെ പെരുമാറണമെന്ന് നിലപാടുകൾ ചൂണ്ടിക്കാട്ടി ചർച്ചയ്ക്കിടെ സതീശൻ പറഞ്ഞു. ഇതിനു മറുപടിയായി താൻ കൂടി ചേർന്നാണ് സതീശനെ വൈസ് പ്രസിഡന്റ് ആക്കിയതെന്ന് സുധീരൻ പറഞ്ഞു. വൈസ് പ്രസിഡന്റുമാർ പോലും പ്രസിഡന്റിനെ വിമർശിക്കുന്ന സ്ഥിതിയാണുണ്ടായത്. വൈസ് പ്രസിഡന്റിനേക്കാൾ മുകളിലാണ് കെപിസിസി പ്രസിഡന്റ് എന്നും സുധീരൻ തുറന്നടിച്ചു. ഇതോടെയാണ് രാജ്യഭീഷണിയുമായി സതീശൻ രംഗത്തെത്തിയത്. ആരുടെയും ഔദാര്യം തനിക്ക് വേണ്ടെന്ന് സതീശൻ പറഞ്ഞു. എഐസിസി സെക്രട്ടറി ആയിരുന്ന ആളാണ് താൻ. പാർട്ടിയേക്കാൾ വലുതല്ല പ്രസിഡന്റ് സ്ഥാനം. ഔദാര്യമാണെങ്കിൽ രാജിവെക്കാമെന്നും സതീശൻ തുറന്നടിച്ചു. താൻ CPM-നെതിരെ പോരാടിയാണ് നേതാവായത്. സുധീരൻ സ്വന്തം പാർട്ടിക്കാരെ വിമർശിച്ചാണ് ആളായതെന്നും സതീശൻ ആരോപിച്ചു. ഇതോടെ നേതാക്കൾ ഇടപെട്ട് രംഗം ശാന്തമാക്കുകയായിരുന്നു. അതിനിടെ പാർട്ടിയിലെ വാർത്ത ചോർത്തലും തർക്കത്തിന് കാരണമായി. സുധീരൻ ആർക്കും വാർത്ത ചോർത്തി നൽകിയിട്ടില്ലെന്ന് പറഞ്ഞാൽ പത്രക്കാർ ചിരിക്കുമെന്ന് സതീശൻ പറഞ്ഞു. നിലവിലെ വാർത്ത ചോർത്തലിനെതിരെ സുധീരൻ രംഗത്തെത്തിയപ്പോഴായിരുന്നു സതീശന്റെ പരിഹാസം. ജി ശ്രീജിത്ത്, റിപ്പോർട്ടർ, തിരുവനന്തപുരം. കെപിസിസി വക്താവ് രാജ്മോഹൻ ഉണ്ണിത്താൻ, സണ്ണിക്കുട്ടി എബ്രഹാം, രാഷ്ട്രീയ നിരീക്ഷകൻ, കെപിസിസി വൈസ് പ്രസിഡന്റ് ലാലി വിൻസെന്റ്, ഒപ്പം തന്നെ അഡ്വക്കേറ്റ് ജയശങ്കർ, രാഷ്ട്രീയ നിരീക്ഷകൻ എന്നിവർ നമ്മോടൊപ്പം ഇപ്പോൾ വിവിധ സ്റ്റുഡിയോകളിലും ടെലിഫോൺ ലൈനിലും. ആദ്യം ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, ഇന്ന് രാവിലെ കെപിസിസി പ്രസിഡന്റ് ശ്രീ വി എം സുധീരൻ വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ പറഞ്ഞത് കെപിസിസി നിലപാട് തുടരും എന്നാണ്. ഉച്ചയ്ക്ക് ഉമ്മൻചാണ്ടി വാർത്താ സമ്മേളനം വിളിച്ചപ്പോൾ സുധീരൻ പഴയ നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കും എന്നാണ്. യഥാർത്ഥത്തിൽ മദ്യനയത്തിൻ്റെ കാര്യത്തിൽ കെപിസിസി നിലപാട് തന്നെയാണോ വി എം സുധീരൻ പറയുന്നത്? തീർച്ചയായിട്ടും ഇന്ന് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് ശ്രീ വി എം സുധീരനാണ്. അദ്ദേഹം പറയുന്ന നിലപാടുകൾ പാർട്ടിയുടെ നിലപാടുകളാണ്. കോൺഗ്രസ് ഒരു പ്രസിഡന്റ് ഓറിയന്റഡ് ഓർഗനൈസേഷനാണ്. സ്വാഭാവികമായി പ്രസിഡന്റ് പറയുന്ന എന്താണോ അതാണ് പാർട്ടിയുടെ മുൻകാലങ്ങളിലും നിലപാടുകൾ. മുൻകാല പ്രസിഡന്റുമാർ പറഞ്ഞതിനെയൊക്കെ പാർട്ടി ശരിവെച്ചിട്ടുണ്ട്. ആ സാഹചര്യത്തിൽ KPCC പ്രസിഡന്റ് പറയുന്ന അഭിപ്രായങ്ങൾ വ്യക്തിപരമല്ല, അത് ഔദ്യോഗികം തന്നെയാണ്. അതേസമയം ഇവിടെ പാർട്ടിയും ഗവൺമെന്റുമായി യാതൊരു ഭിന്നാഭിപ്രായം. KPCC പ്രസിഡന്റ് പറയുന്ന എന്തും കാരണം KPCCയുടെ തീരുമാനമാണോ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ? പാർട്ടി ചർച്ച ചെയ്ത് തീരുമാനമെടുക്കാതെ പോയ വിഷയമാണ് മദ്യനയം. ആ വിഷയത്തിൽ പാർട്ടി തീരുമാനമെടുക്കാൻ കഴിയാതെ വിവിധ കമ്മിറ്റികൾക്ക് വിടുകയും ആദ്യം അത് പാർട്ടി സർക്കാർ ഏകോപന സമിതിക്ക് വിട്ടു. ആ പാർട്ടി സർക്കാർ ഏകോപന സമിതി 3 അംഗ കമ്മിറ്റിക്ക് വിട്ടു. പിന്നീട് അത് UDF-ലേക്ക് വിട്ടു. അങ്ങനെ തീരുമാനമെടുക്കാതെ പോയ നയങ്ങളിൽ KPCC പ്രസിഡന്റ് എന്തെങ്കിലും സമീപനം സ്വീകരിക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം KPCCക്കാണോ? നികേഷേ, ഈ കഴിഞ്ഞുപോയ സംഭവവികാസങ്ങളെ കുറിച്ചൊരു പോസ്റ്റ്മോർട്ടത്തിന് ഞാനില്ല.
നിങ്ങളെ ആരെങ്കിലുമൊക്കെ ഫോണിൽ വിളിച്ച് ചില കാര്യങ്ങൾ പറയുന്നതല്ല ശരി. കാരണം ഇതിനെക്കുറിച്ച് പാർട്ടി വളരെ വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. DC പ്രസിഡന്റുമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, KPC ഭാരവാഹികളുടെ യോഗത്തിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തിട്ടുണ്ട്, വിശാല എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്തിട്ടുണ്ട്, ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തിട്ടുണ്ട്. അവസാനം ജനറൽ ബോഡി ഒരു പ്രമേയം പാസാക്കി മുഖ്യമന്ത്രിക്ക് കൊടുക്കാൻ തീരുമാനമെടുത്തപ്പോ KPC പ്രസിഡന്റ് വിലക്കി. അത് വേണ്ട, അത്തരമൊരു പ്രസിഡന്റ് പാർട്ടിക്കകത്തില്ല, പ്രമേയം ആവശ്യമില്ല. നിങ്ങളുടെ വികാരം ഇതേപടി ഞാൻ മുഖ്യമന്ത്രിയെ അറിയിക്കും, UDF യോഗത്തിൽ അവതരിപ്പിക്കും. അതുകൊണ്ടാണ് അന്ന് പ്രമേയം പാസ്സാക്കാത്തത്. ഇല്ലാത്ത കാര്യങ്ങൾ ആരെങ്കിലും ഫോണിൽ വിളിച്ചു പറഞ്ഞാൽ അതൊന്നും വാസ്തവമാകില്ല. സത്യം സത്യമാണ്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ആരെ എന്ത് ഫോണിൽ വിളിച്ചു പറഞ്ഞു എന്നാണ് താങ്കൾ പറയുന്നത്? എന്റെ ചോദ്യത്തിന് വ്യക്തമായ മറുപടി എന്തുകൊണ്ട് നൽകാൻ കഴിയുന്നില്ല താങ്കൾക്ക്? KPCCയുടെ വിവിധ ഘടകങ്ങൾ ഈ വിഷയത്തിൽ ചർച്ച നടത്തുകയും ഒടുവിൽ തീരുമാനമാകാതെ പോവുകയും പിന്നീട് KPCCയുടെ തീരുമാനം എന്ന നിലയിൽ ശ്രീ VM സുധീരൻ വ്യക്തിപരമായി എടുക്കുന്ന നിലപാടാവുകയും ചെയ്യുന്നത് എങ്ങനെ? മിസ്റ്റർ നികേഷ്, ഞാൻ നിങ്ങളോട് മലയാള ഭാഷയിലല്ലേ പറഞ്ഞത്? കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ ഔദ്യോഗിക ഭാരവാഹികളുടെ യോഗത്തിൽ ഈ വിഷയം ചർച്ച ചെയ്തു, DCC പ്രസിഡന്റുമാരുടെ യോഗത്തിൽ ചർച്ച ചെയ്തു, സംയുക്ത യോഗത്തിൽ ചർച്ച ചെയ്തു, എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തു, വിശാല എക്സിക്യൂട്ടീവിൽ ചർച്ച ചെയ്തു, ജനറൽ ബോഡിയിൽ ചർച്ച ചെയ്തു. അവിടെ എല്ലാം ഭൂരിപക്ഷ തീരുമാനം വന്നു. അവസാനം ജനറൽ ബോഡി യോഗം ഒരു പ്രമേയം പാസാക്കി ഈ മദ്യനയത്തിന്റെ കാര്യത്തിൽ മുഖ്യമന്ത്രിക്ക് കൊടുക്കണമെന്ന് പറഞ്ഞപ്പോൾ KPC പ്രസിഡന്റാണ് വേണ്ടെന്ന് പറഞ്ഞത്. ഒരു പ്രമേയത്തിന്റെ ആവശ്യമില്ല. നിങ്ങളുടെ വികാരം ഞാൻ കൃത്യമായി മുഖ്യമന്ത്രി അറിയിക്കാം. എന്നിട്ടും നിങ്ങൾ പറയുന്നു അത് സുധീരന്റെ വ്യക്തിപര അഭിപ്രായം എന്ന് പറഞ്ഞാൽ ആരെങ്കിലും വിളിച്ച് ഫീഡ് ചെയ്തു എന്നുള്ളതിന്റെ ഉത്തമ തെളിവാണ്. നിങ്ങൾ KPCCയുടെ ജനറൽ ബോഡിയിൽ പങ്കെടുത്ത മുഴുവൻ ആളുകളെയും വിളിക്ക്. രാജ്മോഹൻ ഉണ്ണിത്താൻ കള്ളമാണ് പറഞ്ഞെങ്കിൽ ഞാൻ എന്റെ വക്താവ് സ്ഥാനം ആ നിമിഷം രാജിവെക്കും. പിന്നെ ഈ പാർട്ടിക്ക് വേണ്ടി ചാനൽ ഞാൻ ദയവായി തുടരുക. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അങ്ങനെയാണെങ്കിൽ ഇന്ന് മുഖ്യമന്ത്രി അല്ലെങ്കിൽ കഴിഞ്ഞ ദിവസം പാർട്ടി സർക്കാർ ഏകോപന സമിതി തള്ളിയത് KPCC തീരുമാനമാണ്. KPCC തീരുമാനം തള്ളിയതിന്റെ ഗൗരവം താങ്കൾ ഉൾക്കൊള്ളുന്നുണ്ടോ? ഇത് കേരളത്തിലെ ജനങ്ങൾക്ക് മുഴുവൻ എന്താണ് സംഭവിച്ചെന്നുള്ളതിനെക്കുറിച്ച് നല്ല കൃത്യമായ ബോധ്യമുള്ള ആളുകളാണ് കേരളത്തിലെ ജനങ്ങൾ. ഈ സമ്മേളനങ്ങൾ, ഈ യോഗങ്ങൾക്കൊക്കെ ശേഷം VM സുധീരൻ പോലും വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞത് പൊതുവികാരം അതാണ് എന്നുള്ളതല്ലാതെ അത്തരത്തിലൊരു തീരുമാനമെടുത്തെന്നോ അല്ലെങ്കിൽ ഭൂരിപക്ഷ തീരുമാനം അങ്ങനെ ഉണ്ടായെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല. അതിന് ഞാൻ ഉണ്ണിത്താനുമായിട്ട് അക്കാര്യത്തിനൊരു തർക്കത്തിനുമില്ല, അത് ആളുകൾക്ക് അറിയാവുന്ന കാര്യമാണ്. പക്ഷേ അങ്ങനെയാണെങ്കിൽ ഇതാണ് KPCCയുടെ തീരുമാനമെങ്കിൽ നികേഷ്, കോൺഗ്രസ് പോലെയുള്ള ഒരു പാർട്ടിയിൽ ഉണ്ണിത്താൻ തന്നെ പറയുന്നു ഇതൊരു പ്രസിഡന്റ് ഓറിയന്റഡായ പാർട്ടിയാണ് എന്ന് പറയുമ്പോൾ അങ്ങനെ ഒരു പാർട്ടി ഒരു തീരുമാനം എടുത്തിട്ടുണ്ടെങ്കിൽ അതിനെ ലംഘിച്ചുകൊണ്ട് അതിന് കാശിൻ്റെ വില കൽപ്പിക്കാതെ ഗവൺമെൻറ് ഒരു തീരുമാനമെടുക്കുന്നു, കോൺഗ്രസ് പാർലമെൻ്ററി പാർട്ടി ഒരു തീരുമാനമെടുക്കുന്നു. കോൺഗ്രസിൻ്റെ ചരിത്രത്തിൽ എവിടെയെങ്കിലും കേട്ടുകേഴിയുള്ളൊരു സാധനമാണോ ഈ പറയുന്നത്? അങ്ങനെ KPCCയുടെ തീരുമാനം അതാണെങ്കിൽ പാർട്ടിയാണ് പ്രധാനം, ആ പാർട്ടിയാണ് ഇവിടെ UDFനെ നയിക്കുന്നത്, ആ പാർട്ടിയുടെ പ്രസിഡന്റ് ശ്രീ VM സുധീരനാണ്. ഇതാണ് തീരുമാനമെങ്കിൽ ഏതെങ്കിലും ഒരു സംസ്ഥാനത്തെ ഇന്ത്യയിൽ എവിടെയെങ്കിലും ഇത് നടക്കുമോ? പാർട്ടി ഒരു തീരുമാനമെടുത്തിട്ട് ഗവൺമെൻറ് വേറൊരു തീരുമാനമായി പോകുന്നു എന്ന് പറയുമ്പോൾ തന്നെ പാർട്ടി അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് ശരിയാണ്. ഇന്ന് VM സുധീരൻ്റെ വാക്കുകൾ ശ്രദ്ധിക്കുക. ഞങ്ങൾ എടുത്ത നിലപാടുകളിൽ ഉറച്ചു നിന്നുകൊണ്ട് കൂടുതൽ കെട്ടുറപ്പോടും ഐക്യത്തോടും കൂടി മുന്നോട്ട് പോകുമെന്ന് പറയുമ്പോൾ VM സുധീരൻ എടുത്ത നിലപാടുമായിട്ട് VM സുധീരൻ നിൽക്കുകയും അല്ല, ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, അതിന്റെ വാചകം ഇതാണ്: KPCC നേരത്തെ എടുത്ത തീരുമാനവുമായി മുന്നോട്ട് പോകും, ആരും എവിടെയും പുറകോട്ട് പോയിട്ടില്ല, വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ പാർട്ടിയും സർക്കാരും കൂടുതൽ ഫലപ്രദമായ രീതിയിൽ പ്രവർത്തനം ഏകോപിപ്പിച്ച് മുന്നോട്ട് പോകും. ഇതാണ് ശരിയായ വാചകങ്ങൾ. ഇതിവിടെ നേരത്തെ എടുത്ത നിലപാടെന്നല്ല, KPCC നേരത്തെ എടുത്ത നിലപാടെന്നാണ് VM സുധീരൻ പറയുന്നത്. അതാണ് ഞാൻ നേരത്തെ ശ്രീ രാജ്മോഹനോട് ചോദിച്ചത്. അപ്പം ഞാൻ ചോദിക്കട്ടെ നികേഷേ, ഇതാണ് വാസ്തവമെങ്കിൽ ഇന്നലത്തെ സർക്കാർ പാർട്ടി ഏകോപന സമിതി യോഗത്തിൽ പങ്കെടുത്ത ബാക്കി 13 പേരും കോൺഗ്രസ് അല്ലേ? KPCCയുടെ ഭാഗമല്ലേ? എന്താണ് ഇതിൻ്റെയൊക്കെ അർത്ഥം? വാസ്തുവിൽ എന്താണ് സംഭവിച്ചിരിക്കുന്നത്? KPCC അങ്ങനെ ഒരു തീരുമാനം എടുത്തിട്ടില്ല എന്നുള്ളത് അതുകൊണ്ടാണ് ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, CV പത്മരാജൻ, K മുരളീധരൻ, VD സതീശൻ ഇവരൊന്നും KPCCയുടെ ഭാഗമല്ലേ എന്നാണ് ചോദ്യം സണ്ണിക്കുട്ടി എബ്രഹാമിന്റെ. അല്ല, സണ്ണിക്കുട്ടി എബ്രഹാം ആദ്യം ഒരു കാര്യം മനസ്സിലാക്കണം. ഈ KPCC എക്സിക്യൂട്ടീവ് പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ചല്ല കൂടുന്നത്, KPCC ഓഫീസിൽ വെച്ചാണ്. പുത്തരിക്കണ്ടം മൈതാനത്ത് വെച്ചാണ് കൂടുന്നതെങ്കിൽ സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്നത് ശരിയാണ്. പുള്ളി അവിടെ വന്ന് നിന്ന് കാണും, അതിലെ ചർച്ചകൾ കേട്ട് കാണും.
KPCC ഓഫീസിനകത്ത് നടന്ന ചർച്ചകൾ പുള്ളിക്ക് ആരെങ്കിലും പറഞ്ഞു കൊടുത്ത വിവരമല്ലാതെ അതിനകത്ത് നടന്ന സത്യസന്ധമായ വിവരമില്ല. ഇവിടെ കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റും കേരളത്തിലെ മുഖ്യമന്ത്രിയുമായി യാതൊരു അഭിപ്രായത്തിലും സണ്ണിക്കുട്ടി ഇങ്ങനെ ഒരു ഭാഗം പിടിക്കണ്ട. ഞങ്ങൾക്കൊക്കെയാണ് ഇതിന്റെ ബുദ്ധിമുട്ട്. ഇവർ രണ്ടുപേരും രണ്ട് ഭാഗത്ത് നിന്നാൽ ചാനലുകൾ ചർച്ച ചെയ്യുന്ന ഔദ്യോഗിക വക്താക്കൾ വളരെ ബുദ്ധിമുട്ടും. കാരണം ഞാൻ കേരളത്തിലെ മുഖ്യമന്ത്രിയെ സ്നേഹിക്കുന്ന ഒരാളാണ്. അദ്ദേഹത്തെ അപമാനിക്കാൻ ഇടതുമുന്നണി ശ്രമിച്ചപ്പോൾ അദ്ദേഹത്തിന് പ്രൊട്ടക്ഷൻ കൊടുത്ത കേരളത്തിലെ അപൂർവം കോൺഗ്രസ്സുകാർ ഒരുത്തനാ. അതുകൊണ്ട് മുഖ്യമന്ത്രിക്ക് കേരളം ഭരിക്കാൻ ആവശ്യമായ കാര്യങ്ങളുമായി മുന്നോട്ട് പോകുമ്പോൾ അതിനെ ചോദ്യം ചെയ്യാൻ എനിക്ക് ബുദ്ധിമുട്ടുള്ള ഒരാളാണ്. പക്ഷെ ഒരു കാര്യം മനസ്സിലാക്കണം, സത്യം സത്യമാണ്. നമ്മൾ എടുത്ത തീരുമാനം, ആ തീരുമാനത്തെ അതിജീവിച്ചുകൊണ്ടാണ് മുഖ്യമന്ത്രി ഒരു പുതിയ തീരുമാനം പ്രഖ്യാപിച്ചത്. 730 ബാറുകൾ കൂട്ടാൻ 418 ബാറുകളുടെ കാര്യത്തിലെ KPCC ചർച്ച വന്നുള്ളൂ. അതിനുശേഷം മുഖ്യമന്ത്രി പ്രഖ്യാപിച്ചു 730 ബാറുകൾ പൂട്ടുന്നു, സൺഡേ ഡ്രൈഡേ ആക്കുന്നു, അതുപോലെ തന്നെ ബീവറേജിന്റെ ഔട്ട്ലെറ്റുകൾ 10% പൂട്ടുന്നു. ഈ തീരുമാനം കോൺഗ്രസ് ശിരസാ വഹിച്ചു, അംഗീകരിച്ചു. കാരണം KPCCയുടെ തീരുമാനത്തിന് മുകളിലാണ് മുഖ്യമന്ത്രിയുടെ തീരുമാനം. അത് നല്ല തീരുമാനമാണ്, അത് ജനപക്ഷത്തുള്ള തീരുമാനമാണ്, കേരളത്തെ ഒരു സാമൂഹ്യ വിപത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള തീരുമാനമാണ്. ആ തീരുമാനം മാറ്റിയപ്പോഴാണ് കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റിയുടെ പ്രസിഡന്റ് വിയോജിപ്പ് പറഞ്ഞത്. പക്ഷേ ഈ ഗവൺമെന്റ് നിലനിൽക്കണം, മാത്രമല്ല അടുത്ത തെരഞ്ഞെടുപ്പിൽ വോട്ട് നേടി വീണ്ടും അധികാരത്തിൽ വരണമെങ്കിൽ പ്രസിഡന്റും മുഖ്യമന്ത്രിയും രണ്ടഭിപ്രായവുമായി മുന്നോട്ട് പോകാൻ പാടില്ല. അങ്ങനെ പോയാൽ നമ്മുടെ സാധ്യതകൾ ഇല്ലാതാകും. അതുകൊണ്ടാണ് ഈ ഗവൺമെന്റ് നിലനിൽക്കണമെന്നാണ് താങ്കൾ ഇടയിൽ പറഞ്ഞത്. ഈ ഗവൺമെന്റ് നിലനിൽക്കുന്നതിന് വേണ്ടി നേരത്തെ KPCC പ്രസിഡന്റ് ശ്രീ VM സുധീരൻ പറഞ്ഞത് മദ്യലോബിക്ക് സർക്കാർ കീഴടങ്ങിയെന്നാണ്. അതായത് മദ്യലോബിക്ക് സർക്കാർ കീഴടങ്ങി എന്നാൽ മാത്രമേ ഈ സർക്കാർ നിലനിൽക്കൂ എന്നല്ലേ അതിൽ നിന്ന് ബോധ്യമാവുന്നത്. ഞാൻ മടങ്ങിയെത്താം താങ്കളിലേക്ക് തന്നെ. അതിനു മുമ്പ് ശ്രീമതി ലാലി വിൻസെന്റ്, മുഖ്യമന്ത്രി ചതിച്ചു എന്ന് എന്തുകൊണ്ടാണ് KPCC പ്രസിഡന്റിന് തോന്നിയത്? അദ്ദേഹം ചതിച്ചു എന്ന് പറഞ്ഞില്ല കേട്ടോ. ചർച്ചയിൽ ഒരിക്കലും അദ്ദേഹം എന്നെ ചതിച്ചു എന്ന് പറഞ്ഞില്ല. അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടായിരുന്നു. ജനപക്ഷ യാത്രയ്ക്ക് മുമ്പുണ്ടായ സർക്കാർ നയവും പിമ്പുണ്ടായ സർക്കാർ നയവും അദ്ദേഹം അറിയാൻ വൈകി എന്നതിൽ അദ്ദേഹത്തിന് മനപ്രയാസമുണ്ടായിരുന്നു. KPCC പ്രസിഡന്റ് എന്നുള്ള നിലയിൽ ശ്രീമതി ലാലി വിൻസെന്റ്, നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞതുപോലെ കോൺഗ്രസിലെ കാര്യം ഒരു ഫോൺ എടുത്താൽ അറിയാവുന്നതേ ഉള്ളൂ, പിന്നെ അത് നിഷേധിക്കാം ഒരു കോൺഗ്രസിന്റെ വൈസ് പ്രസിഡന്റ് എന്നുള്ള നിലയിൽ. പക്ഷെ അത് ഇല്ല എന്ന് പറയുന്നത് തീർത്തും സത്യവിരുദ്ധമായ ഒരു പ്രസ്താവനയായി പോകില്ലേ എന്ന് ഞാൻ ഓർമ്മിപ്പിക്കുകയാണ്. KPCC പ്രസിഡന്റ് വളരെ ആത്മവേദനയോടെ അദ്ദേഹം ജനപക്ഷ യാത്രയ്ക്ക് മുമ്പുണ്ടായതും പിമ്പുണ്ടായതുമായ സർക്കാർ നയങ്ങൾ അറിയാൻ വൈകി എന്ന് പറഞ്ഞു എന്നത് ശരിയാണ്. മുഖ്യമന്ത്രി അതിന്റെ സാഹചര്യങ്ങൾ വിശദീകരിക്കുകയും അദ്ദേഹത്തിന് അത് കൺവിൻസ്ഡായി മാറുകയും ചെയ്തു. ചതിച്ചു എന്ന പ്രയോഗം അദ്ദേഹത്തിന്റെ വായിൽ നിന്ന് വന്നിട്ടില്ല. മുഖ്യമന്ത്രി അദ്ദേഹത്തെ ചതിച്ചു എന്ന് ആരും കരുതുന്നുമില്ല. ശരി, KPCC പ്രസിഡന്റിനെ 2 വൈസ് പ്രസിഡന്റുമാർ അറ്റാക്ക് ചെയ്യുന്നു എന്ന തോന്നലാണ് VM സുധീരനുള്ളത്. VD സതീശനും MMSനും AI ഗ്രൂപ്പുകളുടെ 2 വൈസ് പ്രസിഡന്റുമാർ KPCC അധ്യക്ഷനെ അറ്റാക്ക് ചെയ്യുന്ന സാഹചര്യം എങ്ങനെ ഉണ്ടായി? അങ്ങനെ ഒരു ചർച്ചകളിലോ എപ്പോഴേക്കോ ഏതൊക്കെയോ പത്രങ്ങളിലോ ചാനലുകളിലോ ഒക്കെ വന്ന വാർത്തകൾ ഒരു പരാമർശത്തിന് കാരണമായി എന്നേ ഉള്ളൂ. KPCC പ്രസിഡന്റിനെ വൈസ് പ്രസിഡന്റുമാർ ഒറ്റപ്പെടുത്തിയെന്നോ ചതിച്ചോ എന്നോ അവിടെ പറഞ്ഞില്ല. അവിടെ ഉണ്ടായ സംസാരത്തിൽ 2 കൂട്ടരും വളരെ യോഗ്യതയുള്ളവരും ആത്മാഭിമാനമുള്ളവരുമായപ്പോൾ ഉപയോഗിച്ച വാക്കുകളിൽ 2 പേരുടെയും ടോളറൻസ്, ആ വാക്കാണ് ഇന്നലെ അവിടെ ഉപയോഗിക്കപ്പെട്ടത്. ടോളറൻസിന്റെ ശതമാനം കയറിയും കുറഞ്ഞും ഇരുന്നതായിരുന്നു വിഷയം. അല്ലാതെ അദ്ദേഹം വൈസ് പ്രസിഡന്റുമാരെ അപമാനിച്ചൊന്നും പറഞ്ഞില്ല. വൈസ് പ്രസിഡന്റുമാർ അദ്ദേഹത്തെയും അപമാനിച്ച് ഇന്നലത്തെ യോഗത്തിൽ ഒന്നും പറഞ്ഞിട്ടില്ല. മുമ്പ് ഏതെങ്കിലും മാധ്യമങ്ങളിൽ ഉണ്ടായ വാർത്തകളിൽ വന്ന അതിൻ്റെ വിമർശനങ്ങളിലോ നിരൂപണങ്ങളിലോ ഉപയോഗിച്ച വാക്കുകളിലോ ഉണ്ടായ മനപ്രയാസങ്ങൾ ഷെയർ ചെയ്തു എന്ന് മാത്രം. നിഷേധിക്കുക, ലഘൂകരിക്കുക. ഇനി അടുത്തത്, എൻ്റെ അനുവാദത്തോടു കൂടിയാണ് VD സതീശനെ വൈസ് പ്രസിഡന്റ് ആക്കിയത് എന്ന് ശ്രീ VM സുധീരൻ യോഗത്തിൽ പറയുകയാണ്. ഔദാര്യത്തിലായിരുന്നുവെങ്കിൽ ഈ സ്ഥാനത്ത് ഞാൻ എത്തില്ലായിരുന്നു. ഞാൻ AICC സെക്രട്ടറി സ്ഥാനത്ത് നിന്നാണ് KPCC വൈസ് പ്രസിഡന്റ് ആയത്. അങ്ങയുടെ ഔദാര്യത്തിലായിരുന്നുവെങ്കിൽ
ഏൽക്കില്ലായിരുന്നു. മാത്രമല്ല അങ്ങനെയാണെങ്കിൽ ഞാൻ രാജിവെക്കാമായിരുന്നു. വ്യക്തിപരമായ അധിക്ഷേപം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടാകുന്ന വിധത്തിലേക്ക് യോഗ നടപടികൾ പോയി. അല്ല, യോഗ നടപടികളെല്ലാം ഏകദേശം സമാപിച്ചതിന് ശേഷം സമ്മിങ് അപ്പ് കൺക്ലൂഷന്റെ ആ സമയത്ത് ഒന്നോ രണ്ടോ വാക്കുകളിൽ ഇങ്ങനെ ഒരു പരാമർശമുണ്ടായി. എങ്ങനെയുള്ള പരാമർശം? ഒരിക്കലും ഔദാര്യം കൊണ്ടാണെങ്കിൽ രാജിവെക്കാമെന്ന് ശ്രീ വി ഡി സതീശൻ പറഞ്ഞില്ല. KPCC പ്രസിഡന്റ് പറഞ്ഞത് വി ഡി സതീശൻ വൈസ് പ്രസിഡന്റ് ആയപ്പോൾ എന്നോടും കൂടെ ആലോചിച്ചിരുന്നു ഹൈക്കമാൻഡ് എന്ന് പറഞ്ഞു. അപ്പോൾ സതീശൻ പറഞ്ഞു എന്നെ വിശ്വാസത്തിൽ എടുക്കുന്നില്ലെങ്കിൽ ഞാൻ രാജിവെക്കാമെന്ന് പറഞ്ഞു. അങ്ങനെയാണ് ഉണ്ടായത്. ഔദാര്യത്തിൽ പറഞ്ഞു എന്ന് ഞാൻ കേട്ടില്ല. ഔദാര്യം ഭീഷണി എന്തായാലും ഉണ്ടായിരിക്കുന്നു. ദയവായി തുടരുക. ഞാൻ താങ്കളിലേക്ക് മടങ്ങിയെത്താം. അഡ്വക്കേറ്റ് ജയശങ്കർ, ഞാൻ വരുന്നു. താങ്കൾ വളരെ പ്രധാനപ്പെട്ട ഒരു ഗസ്റ്റാണ് ഇന്ന്. അഡ്വക്കേറ്റ് ജയശങ്കർ, KPCCയുടെ പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗത്തിൽ വെച്ച് KPCC വൈസ് പ്രസിഡന്റ് KPCC പ്രസിഡന്റിനോട് രാജ്യഭീഷണി മുഴക്കിയതായി ഇതാ മറ്റൊരു KPCC വൈസ് പ്രസിഡന്റായ ശ്രീമതി ലാലി വിൻസെന്റ് തുറന്നു പറയുകയാണ്. ആ നിലയിലേക്ക് കോൺഗ്രസ് ചെന്ന് എത്തിപ്പെട്ടിരിക്കുന്നു. ഇന്ന് വലിയ തോതിലുള്ള പിന്മാറ്റമാണ് VM സുധീരൻ നടത്തിയിട്ടുള്ളത്. അത് പൂർണ്ണമായ പിന്മാറ്റമായിട്ടാണോ, സാധാരണഗതിയിൽ നോമ്പുകാലത്തൊക്കെ ഉണ്ടാകുന്ന സാധാരണ വെടിനിർത്തൽ മാത്രമായിട്ടാണോ അതിനെ കാണുന്നത് താങ്കൾ? അത് തന്ത്രപരമായ ഒരു പിന്മാറ്റമാണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. കാരണം മുസ്ലിം ലീഗുകാരാണല്ലോ ഏറ്റവും വലിയ മദ്യവിരോധികൾ, പിന്നെ കത്തോലിക്ക മെത്രാന്മാർ. ഈ രണ്ടു ഭാഗക്കാരും കാലുമാറിയാൽ പിന്നെ സുധീറിന് സ്വന്തമായിട്ട് പിടിച്ചേക്കാൻ പറ്റുകയില്ല. കാരണം KPCC യോഗത്തിൽ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ ഇവിടെ പറഞ്ഞത് ശരിയാണ്. ഒരു തീരുമാനമായിട്ട് മിനിറ്റ്സ് ബുക്കിൽ എഴുതിയില്ല എന്നുള്ളൂ. അവിടെ പങ്കെടുത്ത ഏറെക്കുറെ എല്ലാവരും തന്നെ KPCC പ്രസിഡന്റിന്റെ നയത്തിന് പിന്തുണ നൽകിയതാണ്. 418 ബാറിന്റെ കാര്യത്തിലെ ചർച്ചയുണ്ടായിരുന്നുള്ളൂ. പിന്നീട് ശ്രീ ഉമ്മൻചാണ്ടി സ്വന്തം നിലയ്ക്കാണ് മറ്റു ബാറുകൾ 3 സ്റ്റാർ 4 സ്റ്റാർ കൂട്ടാൻ തീരുമാനിച്ചത്. ഞായറാഴ്ച ഡ്രൈഡേ ആക്കിയത്. അപ്പോൾ അങ്ങനെ അദ്ദേഹം അങ്ങനെ വിജയിച്ച് നിൽക്കുന്ന സമയത്താണ് കത്തോലിക്ക മെത്രാന്മാരെ കുഴപ്പത്തിലാക്കിക്കൊണ്ട് 3 സ്റ്റാർ 4 സ്റ്റാർ ബാറുകൾ പൂട്ടാൻ ഉമ്മൻചാണ്ടി തീരുമാനം പ്രഖ്യാപിച്ചത്. അത് ഈ 3 സ്റ്റാറും 4 സ്റ്റാറും നടത്തുന്നത് അധികം ക്രിസ്ത്യാനികളാണ്, പ്രത്യേകിച്ച് കത്തോലിക്കർ. അപ്പൊ കാസിനോ ബാർ വരെ പൂട്ടേണ്ടി വരും. ഇങ്ങനെ ഒരു സാഹചര്യത്തിൽ മെത്രാന്മാർ സമ്മർദ്ദത്തിലായി. അതിന് പുറമെ ശ്രീ കെ മാണിക്കെതിരെ ബിജു രമേശ് ആരോപണം ഉന്നയിച്ചു. ഈ ആരോപണത്തിന്റെ പുറകിലും ഉമ്മൻചാണ്ടിയുടെ കാഞ്ഞ ബുദ്ധി തന്നെയാണെന്നുള്ള കാര്യത്തിൽ ആർക്കും ഒരു സംശയമില്ല. അതുകൊണ്ട് ഈ മെത്രാന്മാർ പൂർണ്ണമായിട്ടും സുധീറിനെ കൈവിട്ടു. പിന്നെ നിൽപ്പ് സമരം, ഇരിപ്പ് സമരം, കിടപ്പ് സമരം പോലെ ചെറിയ കലാപരിപാടികളിൽ അവരുടെ പ്രതിഷേധം ഒതുങ്ങി. മുസ്ലിം ലീഗുകാർ വളരെ ബുദ്ധിമാന്മാരായതുകൊണ്ട് ആ സമയത്തിനാണ് ഇബ്രാഹിം കുഞ്ഞിനെതിരായിട്ട് ഉള്ള ആരോപണങ്ങൾ വരുന്നതും അതുപോലെ TO സൂരജിന്റെ വീട്ടിൽ റെയ്ഡ് നടക്കുന്നതും. അതുകൊണ്ട് ലീഗുകാർക്കും അസുഖം മനസ്സിലായി, അവരും പിന്മാറി. പിന്നെ സുധീറിന് ഒറ്റക്കായി. KPCC എക്സിക്യൂട്ടീവിലെ അഭിപ്രായം പറഞ്ഞ ആളുകളൊക്കെ പുറത്തു വരുമ്പോൾ എന്താ അഭിപ്രായമാണ് പറയാന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാം. അങ്ങനെ ഉമ്മൻചാണ്ടി ഏകപക്ഷീയമായ 2 ഗോളിന് സുധീറിനെ തോൽപ്പിച്ചു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. പക്ഷെ സുധീരൻ തന്ത്രപരമായ പിന്മാറ്റമാണ് ഇപ്പോൾ നടത്തിയിരിക്കുന്നത്. ഇനിയിപ്പോ തൽക്കാലത്തേക്ക് വിഴുപ്പലക്കൽ നിൽക്കും എന്നുള്ളതാണ് ഇതിൽ. താൽക്കാലികമായി വിഴുപ്പലക്കൽ നിൽക്കും. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, സർക്കാർ മദ്യലോബിയുടെ തടവിലാണ്. ഇങ്ങനെ പോയാൽ UDFന് തിരിച്ചു വരാൻ കഴിയില്ല. മുഖ്യമന്ത്രി തന്നെ ചതിച്ചു. ഇപ്പോൾ ലാലി വിൻസെന്റ് തന്നെ പറയുന്നു വി ഡി സതീശൻ എന്ന KPCC വൈസ് പ്രസിഡന്റ്, ഇവർ രണ്ടുപേരുമായിരുന്നല്ലോ അവസാന റൗണ്ടിൽ KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിച്ചത്. സോണിയാഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം VM സുധീരൻ പ്രസിഡന്റ് ആവുകയും രാഹുൽ ഗാന്ധിയുടെ നിർദ്ദേശപ്രകാരം വി ഡി സതീശൻ വൈസ് പ്രസിഡന്റ് ആവുകയും ഒക്കെ ചെയ്തു. ആ വൈസ് പ്രസിഡന്റാണ് KPCC പ്രസിഡന്റിന് മുന്നിൽ രാജ്യഭീഷണി മുഴക്കിയതായി KPCC വൈസ് പ്രസിഡന്റ് തന്നെ പറയുന്നത്. ഇവിടെ സുധീറിനെ സംബന്ധിച്ചിടത്തോളം സഹിഷ്ണുതയില്ല എന്ന ആക്ഷേപമാണ് വി ഡി സതീശൻ പാർട്ടി സർക്കാർ ഏകോപന സമിതിയിൽ സുധീരൻ്റെ മുഖത്ത് നോക്കി അങ്ങനെ ഒരു സഹിഷ്ണുതയില്ലാത്ത ഈ നേരത്തെ പറഞ്ഞ പ്രസ്താവനകളെല്ലാം തന്നെ സാധാരണഗതിയിൽ പാർട്ടിക്ക് സർക്കാരിനോട് വിയോജിപ്പുകൾ ഉണ്ടെങ്കിൽ ആ വിയോജിപ്പുകൾ പാർട്ടി വേദിക്കുള്ളിൽ നിന്ന് പറയണമെന്നാണല്ലോ VM സുധീരൻ പോലും പാർട്ടി പ്രസിഡന്റായതിനു ശേഷം പറഞ്ഞിട്ടുള്ളത്. അദ്ദേഹം വാർത്താക്കുറിപ്പിലൂടെയാണ് എഴുതിയത് മദ്യ ലോബിയുടെ തടവറയിലാണ് സർക്കാർ എന്ന്. ഒരു സഹിഷ്ണുതയില്ലായ്മയുണ്ടോ VM സുധീരന്? അല്ല, ഞാൻ നികേഷുമായി ഇക്കാര്യത്തിൽ ഒരു തർക്കത്തിലില്ല. കാരണം ഞാൻ സർക്കാർ പാർട്ടി ഏകോപന സമിതിയിൽ അംഗമല്ല, ഞാൻ അതിൽ പങ്കെടുത്തിട്ടില്ല. അങ്ങക്ക് ഈ വിവരങ്ങൾ വി ഡി സതീശൻ നേരിട്ട് വിളിച്ചു തന്നതുകൊണ്ട് രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്നതിനേക്കാൾ വിശ്വാസ്യത തീർച്ചയായും വി ഡി സതീശൻ പറയുന്നതിനാണ് ഉള്ളത്. അതുകൊണ്ട് ഞാൻ ശ്രീ നികേഷുമായി ഒരു തർക്കത്തിനില്ല. പക്ഷേ ഇന്നത്തെ പത്രസമ്മേളനം ഒന്നുകൂടി റിവൈൻഡ് ചെയ്ത് നോക്കിയാൽ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഞാൻ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് ഒരു അണുകട പുറകോട്ടില്ല, ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പറഞ്ഞതാണ്, അത് പിൻവലിക്കുന്നില്ല. ഇനി ഇന്നലെ നടന്ന യോഗത്തിന്റെ കാര്യങ്ങളാണ് പുതുമയുള്ള കാര്യങ്ങൾ, അതിനെക്കുറിച്ചേ പറയുന്നുള്ളൂ. പഴയതൊക്കെ പറഞ്ഞു കഴിഞ്ഞതാണ്. പറഞ്ഞു കഴിഞ്ഞത് വീണ്ടും പറയുമ്പോൾ ആവർത്തന വിരസത വരും, അതുകൊണ്ട് പറയുന്നില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്.
പിന്നെ ശ്രീ വി ഡി സതീശൻ ഇന്ന് KPCC വൈസ് പ്രസിഡന്റ് ആണ്. അദ്ദേഹം AICC സെക്രട്ടറി ആയിരുന്നു. അദ്ദേഹം NSUAന്റെ സെക്രട്ടറി ആയിരുന്നു. അത് കഴിഞ്ഞാൽ ഈ കോൺഗ്രസ് പാർട്ടിയിൽ അദ്ദേഹം ഏതൊക്കെ തലത്തിൽ പ്രവർത്തിച്ചിരുന്നുവെന്ന് താങ്കൾ തന്നെ അദ്ദേഹത്തെ വിളിച്ചു ചോദിക്കണം. ഞങ്ങളൊക്കെ 46 വർഷക്കാലമായി കോൺഗ്രസിന്റെ താഴെ തട്ടു മുതൽ KPCC വരെ പ്രവർത്തിച്ച ആളുകളാണ്. അദ്ദേഹം NSUAയുടെ സെക്രട്ടറി, ഒരു യൂണിവേഴ്സിറ്റി യൂണിയന്റെ ചെയർമാൻ, ഫ്രം ദെയർ ഡയറക്ട്ലി എലിവേറ്റഡ് ടു പോസ്റ്റ് ഓഫ് AICC സെക്രട്ടറി. അപ്പോ അദ്ദേഹത്തിന് ഈ പാർട്ടി ഈ അവസരം കൊടുത്ത് എന്തിന്റെ പേരിലാണെന്ന് മനസ്സിലാക്കണം. പിന്നെ എനിക്കറിയാം, അദ്ദേഹം വൈസ് പ്രസിഡന്റ് ആകുന്ന സമയത്ത് ശ്രീ VM സുധീരൻ എന്നോട് പറഞ്ഞു, സതീശനെ ഞാൻ 3 എടുത്ത് കൊണ്ടുവരാൻ പോവാണ്. 1 ഏകോപന സമിതി, പാർട്ടി സർക്കാർ, 2 UDF. അപ്പൊ ഇതൊക്കെ പുള്ളി വാങ്ങിച്ചിട്ട് പുള്ളിക്കിപ്പോ മറ്റു പല മോഹങ്ങളും ആഗ്രഹങ്ങളും ഉണ്ട്. അപ്പോ ഇങ്ങനെ ഈ പാർട്ടിയിൽ ആർക്കും എന്തും ആകാം എന്നൊരു തോന്നൽ വന്നാൽ ചിലപ്പോൾ സോണിയാഗാന്ധി മാറ്റി പ്രസിഡന്റ് സ്ഥാനവും പലരും ആഗ്രഹിച്ചു എന്ന് വരാം. അത് ഈ പാർട്ടിയുടെ ഒരു ഇതാണ്. കാര്യം 978 ശേഷം ഇതിനകത്ത് യോഗ്യത ഒരു മാനദണ്ഡമല്ലാതായി മാറി. കാരണം അതുവരെ പടിപടിയായി ക്രമാനുഗതമായി പാർട്ടിയിൽ സ്ഥാനമാനങ്ങൾ നേടിയ ആളുകൾക്ക് മാത്രമേ എന്തുമാകാൻ പറ്റുമായിരുന്നുള്ളൂ. ഇപ്പൊ അതല്ല, മാനദണ്ഡങ്ങൾ പലതായി കഴിഞ്ഞു. അതുകൊണ്ട് ആഗ്രഹങ്ങളെല്ലാം സാക്ഷാത്കരിക്കുമ്പോഴും അവർ വന്ന വഴി ഒരിക്കലും മറക്കാതിരിക്കണമെന്ന് വിനയപൂർവ്വം എനിക്ക് അഭ്യർത്ഥിക്കാനുണ്ട്. ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു നിർത്തിയത് കൊണ്ട് മാത്രമാണ് ഞാൻ അടുത്ത ചോദ്യത്തിലേക്ക് കടക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട കാര്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, ഇന്ന് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറയുന്ന കാര്യങ്ങളെല്ലാം തന്നെയും KPCC വൈസ് പ്രസിഡന്റ് ശ്രീ വി ഡി സതീശനെതിരാണ്. ശ്രീ വി ഡി സതീശൻ യോഗത്തിൽ പറഞ്ഞതായി റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളത്, ഞാൻ മാർക്സിസ്റ്റ് പാർട്ടിയോട് ഫൈറ്റ് ചെയ്തിട്ടാണ് നേതാവായത്. സുധീരൻ പക്ഷേ പാർട്ടി നേതാക്കളെ, സ്വന്തം പാർട്ടി നേതാക്കളെ വിമർശിച്ചാണ് നേതാവായത്. ഇപ്പോൾ മറ്റ് നേതാക്കൾ സുധീരനെ വിമർശിക്കുമ്പോൾ അസഹിഷ്ണുത കാണിക്കുകയാണ്. അതിനുള്ള മറുപടിയാണ് ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞത്. നികേഷ്, ഞാനങ്ങനെ വി ഡി സതീശനെ കുറിച്ചോ മറ്റൊരാളെക്കുറിച്ചോ വ്യക്തിപരമായിട്ട് ഒരു പരാമർശത്തിലേക്ക് കടക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നില്ല. നമുക്കറിയാം, ഇന്നലെ ഏകോപന സമിതി യോഗം നടന്നതും പുത്തരിക്കണ്ടം മൈതാനത്തല്ല, KPCC ആസ്ഥാനത്താണ്. അതുകൊണ്ട് അവിടെ എന്താണ് നടന്നതെന്നുള്ള വെർബാറ്റം നമുക്ക് മനസ്സിലാക്കാൻ പറ്റുമോ എന്നുള്ളതൊരു സംശയകരമായ കാര്യമാണ്. പക്ഷേ ഞാൻ ഒരു കാര്യം ഓർമ്മിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്, ഞാൻ തിരുവനന്തപുരത്ത് മാതൃഭൂമി ദിനപത്രത്തിൻ്റെ ലേഖകനായിട്ട് ദീർഘകാലം പ്രവർത്തിച്ചിട്ടുണ്ട്. KPCCയുടെ നിർണായക യോഗങ്ങൾ ചേരുമ്പോൾ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് വെച്ച് മുഴുവൻ സഭ നടപടികൾ, യോഗ നടപടികൾ കേട്ടിട്ടുള്ള പല പത്രപ്രവർത്തകരിൽ ഒരാളാണ് ഞാൻ. കോൺഗ്രസ്സിന് പുത്തരിക്കണ്ടം മൈതാനത്ത് യോഗം നടന്നാലും ഇന്ദിരാഭവനിൽ യോഗം നടന്നാലും ഇൻ ക്യാമറയായിട്ട് യോഗം നടന്നാലും അതൊക്കെ അടുത്ത നിമിഷം അതിൻ്റെ വെർബാറ്റം കാര്യങ്ങൾ പുറത്തു വരാനുള്ള എല്ലാ സൗകര്യങ്ങളും ഉണ്ട് എന്നുള്ളത് ഞാൻ ഉണ്ണിത്താനും മറുപടിയായിട്ടല്ല പറയുന്നത്. അതിനെക്കുറിച്ച് ആർക്കെങ്കിലും അറിയാൻ മേലെങ്കിൽ അത് അറിയാൻ വേണ്ടി പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ. നമുക്കറിയാം, ചതിച്ചോ എന്ന് നികേഷ് ചോദിച്ചല്ലോ. എനിക്കൊരു അപേക്ഷയുള്ളത്, ലാലി വിൻസെൻ്റ് ഈ കമ്മിറ്റിയിൽ പങ്കെടുത്ത ഒരാളാണ്. അവരോട് ഇങ്ങനെ ചോദിക്കരുത്. നികേഷ് ചെയ്യുന്നത് നീതിപൂർവമായ ഒരു കാര്യമല്ലെന്ന് ഞാൻ അങ്ങനെയുള്ള സ്നേഹത്തോടുകൂടി തന്നെ പറയട്ടെ. കാരണം ഇന്നലെ പങ്കെടുത്ത കാര്യങ്ങൾ അത് അതേപടി ഇവിടെ പറയാൻ ശ്രീമതി ലാലി വിൻസെൻ്റിന് വിഷമമുണ്ടാകും. ചതിച്ചു എന്ന വാക്ക് ഉപയോഗിച്ചില്ലെന്നാണ് ഞാനും അതിൽ പങ്കെടുത്ത പലരുമായി സംസാരിച്ചിട്ടാണ് ഞാൻ ഈ ചർച്ചയ്ക്ക് വന്നത്. ചതിച്ചു എന്ന വാക്കല്ല ഉപയോഗിച്ചത്, ചീറ്റ് ചെയ്തു എന്ന വാക്കാണ് ഉപയോഗിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അത് പുത്തരിക്കണ്ടം മൈതാനത്തല്ല, ഈ ഉള്ളിൽ നടന്ന കാര്യങ്ങൾ നമുക്ക് അറിയാനുള്ള ചില സോഴ്സ് ഉള്ളത് കൊണ്ട് മാത്രം ഞാൻ പറയുന്നതാണ്. ഇന്നലെ നികേഷ് പറയുന്ന കാര്യങ്ങൾ ഒരു ഭീഷണി മുഴക്കിയെന്ന് ഞാൻ പറയുന്നില്ല. ഭീഷണിയായിട്ട് അദ്ദേഹം പറഞ്ഞില്ല. അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കിയത് സംബന്ധിച്ച ഒരു പരാമർശം വരുമ്പോൾ നേരത്തെ അദ്ദേഹം മുരളിയെ തിരിച്ചു കൊണ്ടുവന്നതിനെ കുറിച്ചുള്ള പരാമർശം ഞാൻ ചോദിക്കട്ടെ. ഇപ്പോൾ താങ്കൾ ചോദിച്ചല്ലോ വി ഡി സതീശനെ കുറിച്ച് ചോദിച്ചപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, വി ഡി സതീശനെ ഈ കമ്മിറ്റികളിലൊക്കെ കൊണ്ടുവന്ന VM സുധീരനാണെന്ന് ഞാൻ സമ്മതിക്കാം. എനിക്ക് അറിഞ്ഞും കൂടാ. അദ്ദേഹത്തെ വൈസ് പ്രസിഡന്റ് ആക്കിയതും അദ്ദേഹമായിരിക്കാം, മുരളിയെ കോൺഗ്രസിലേക്ക് കൊണ്ടുവന്നതും അദ്ദേഹമായിരിക്കാം. പക്ഷെ ഞാനൊരു ചെറിയ സംശയം ചോദിച്ചു. അതുകൊണ്ട് വി ഡി സതീശനാവട്ടെ അല്ലെങ്കിൽ മുരളി ആവട്ടെ എന്നും തങ്ങളെ ആ സ്ഥാനങ്ങളിലേക്ക് കൊണ്ടുവന്ന ആളുകളോട് നിത്യ നന്ദി ഉള്ളവരായിരിക്കണം, അവരെടുക്കുന്ന നിലപാടുകളിൽ പൂർണ്ണ പിന്തുണ നൽകണം എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. പിന്നെ ഞാൻ ഉണ്ണിത്താൻ്റെ ഒരു ചെറിയ മറുപടി, അദ്ദേഹം 2 ചോദ്യങ്ങൾക്ക് മറുപടി പറഞ്ഞപ്പോഴും പറഞ്ഞത് VM സുധീരൻ ഒരു അഭിപ്രായവുമായി നിലപാടുമായി നിൽക്കാൻ പാടില്ല, ഉമ്മൻചാണ്ടി ഒരു നിലപാട് നിൽക്കാനും പറയില്ല. ഇപ്പോൾ കഴിഞ്ഞ ചോദ്യത്തിന് അദ്ദേഹം പറഞ്ഞത് VM സുധീരൻ പറഞ്ഞത് ഞാൻ എടുത്ത നിലപാടുകളിൽ കടുകിട മാറ്റം വരുത്തിയിട്ടില്ല. ശരിയാ, അദ്ദേഹം എടുത്ത നിലപാടുകളിൽ കടുകിട മാറ്റം വരുത്തിയിട്ടില്ല. അത് അദ്ദേഹം എടുത്ത നിലപാട്
KPCCയുടെ നിലപാടല്ല എന്നാണ് ഞാൻ പറഞ്ഞത്. KPCCയുടെ നിലപാടായിരുന്നുവെങ്കിൽ, സുചിന്തിതമായ അഭിപ്രായമായിരുന്നെങ്കിൽ, ഉമ്മൻചാണ്ടിയല്ല, AK-ആന്റണിയല്ല, ആരാണെങ്കിലും അതിനെ നിഷേധിച്ചുകൊണ്ട് മറ്റൊരു തീരുമാനത്തിലേക്ക് പോകാൻ പറ്റുമായിരുന്നില്ല എന്ന വളരെ ന്യായമായ ഒരു കാര്യം മാത്രമാണ് ഞാൻ പറഞ്ഞത്. ശ്രീമതി ലാലി വിൻസെന്റ്, കെ മുരളീധരൻ്റെ പ്രബോധനം, ഞാൻ എന്നെക്കാളും സീനിയറായ ഒരു മാധ്യമ പ്രവർത്തകനാണ് ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം. പക്ഷേ എങ്കിൽ പോലും അദ്ദേഹത്തിൻ്റെ ഉപദേശം കേൾക്കുന്നില്ല ഈ ഘട്ടത്തിൽ. കാരണം ചർച്ച മുന്നോട്ട് കൊണ്ടുപോകുന്നതിന് ഓരോരുത്തർക്കും ഓരോ രീതിയാണല്ലോ. കെ മുരളീധരൻ വലിയ ഒരു അഗാധമായ ഒരു ഗർത്തത്തിലാണ് ഞാൻ വീണത്. ആ നിലയിലേക്ക് പ്രസിഡൻറ്റും വീഴരുത്. ഞാൻ തെരഞ്ഞെടുപ്പിൽ എൻ്റെ നിലപാട് ഒരുപാട് ആളുകളെ തോൽപ്പിച്ചു, ഞാനും തോറ്റു. അതിൽ നിന്ന് ഞാൻ കഷ്ടിച്ചാണ് ഇപ്പോൾ മുന്നോട്ട് വന്നത്. മാത്രമല്ല എൻ്റെ ജൂനിയറായിരുന്ന പലരും ഉണ്ടല്ലോ, അവർ ഇപ്പോൾ എന്നെക്കാളും മുകളിലേക്ക് കയറിപ്പോയി. അത് ഞാൻ ചെയ്ത തെറ്റിൻ്റെ ശിക്ഷയാണ് എന്നാണ് ശ്രീ കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പാർട്ടി സർക്കാർ ഏകോപന സമിതി യോഗത്തിൽ പറഞ്ഞത് എന്നാണ് മാധ്യമ വാർത്തകൾ. ആ പ്രബോധനം ശ്രീ VM സുധീരന് ബോധിച്ചോ? അതുകൊണ്ടാണോ അദ്ദേഹം ഇന്ന് പാർട്ടിയുമായി അല്ലെങ്കിൽ പാർട്ടി അല്ലെങ്കിൽ KPCC പ്രസിഡന്റ് സർക്കാരുമായി ഏകോപിപ്പിച്ചു പോകും എന്ന നിലപാടിലേക്ക് ചുവടുമാറിയത്? ഞാൻ ഈ ചോദ്യത്തിന് ഉത്തരം തരുന്നതിന് മുമ്പ് ബഹുമാനപ്പെട്ട സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞ ഒരു കാര്യത്തിന് ഒരു തിരുത്ത് പറയാൻ ആഗ്രഹിക്കുന്നു. മദ്യനയം കോൺഗ്രസിൻ്റെ നയമാണ്. ആ കോൺഗ്രസിൻ്റെ മദ്യനയത്തിന് കോൺഗ്രസിനെ സഹായിച്ചത് KPCCയുടെ തീരുമാനം തന്നെയാണ്. കാരണം KPCC പ്രസിഡന്റ് പൂട്ടിയ ബാറുകൾ തുറക്കരുത് എന്ന് പറഞ്ഞ് KPCCയിൽ ഇത് ചർച്ച ചെയ്ത് തീരുമാനിച്ചിട്ടാണ് സർക്കാർ ബാറുകൾ പൂട്ടുന്ന കാര്യത്തിൽ നയരൂപീകരണം നടത്തിയത്. ബിയർ പാർലർ, വൈൻ പാർലർ നൽകുന്ന കാര്യത്തിലാണ് KPCCയിൽ ചർച്ച ഇല്ലാതെ പോയത്. അതുകൊണ്ട് ശ്രീ VM സുധീരൻ്റെ തീരുമാനം KPCCയുടെ തീരുമാനമാണ്. ഇന്നലത്തെ യോഗത്തിൽ ശ്രീ സുധീരൻ സതീശനെയോ സതീശൻ ശ്രീ സുധീരനെയോ പരസ്പരം വേദനിപ്പിച്ചില്ല. നടന്നുപോയ സംഭവങ്ങളുടെ ഒരു റെഫറൻസ് ഉണ്ടായി എന്ന് മാത്രമേ ഉള്ളൂ. അവർ രണ്ടുപേരും വളരെ യോഗ്യതയുള്ളവരും ആത്മാഭിമാനമുള്ളവരുമായതുകൊണ്ട് പ്രതികരണത്തിൽ പൗരുഷം കാണിച്ചിട്ടുണ്ടാവും, അത്രയേ ഉള്ളൂ. ഇന്നലെ ശ്രീ മുരളീധരൻ പറഞ്ഞത്, താങ്കൾ എന്നോട് ചോദിച്ച ചോദ്യം ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം പറഞ്ഞതുപോലെ ഞാൻ അവിടെ സാന്നിധ്യത്തിൽ ഉണ്ടായിരുന്നയാളാണ്. അനുഭവം ഗുരു എന്ന് ശ്രീ മുരളീധരൻ അദ്ദേഹത്തിൻ്റെ അനുഭവത്തിൽ നിന്ന് യോഗത്തിൽ പറഞ്ഞു. ആ അനുഭവത്തെക്കുറിച്ച് അദ്ദേഹം സ്വന്തമായി വിശദീകരിച്ച കാര്യങ്ങളാണ്. അതിൻ്റെ പേരിലല്ല ശ്രീ VM സുധീരൻ തീരുമാനമെടുത്തത്. പാർട്ടി ഏകോപന സമിതിയിൽ സർക്കാരിൻ്റെ മദ്യനയവും കോൺഗ്രസ് പാർട്ടിയുടെ നയവും രണ്ടു കൂട്ടരും പരസ്പരം അംഗീകരിക്കുകയും ബഹുമാനിക്കുകയും ബാറുകളിൽ മദ്യവിൽപ്പന ഇല്ല എന്ന സർക്കാരിൻ്റെ നയം പാർട്ടിയുടെയും സർക്കാരിൻ്റെയും വിജയമാണെന്ന് തീരുമാനത്തിലെത്തുകയും ആ നിരൂപണത്തിൽ ശ്രീ VM സുധീരൻ ബിയറും വൈനും ബാറുകളിൽ നൽകുന്നത് ലളിത മദ്യമാണെങ്കിലും യുവജനങ്ങളെ ലളിത മദ്യത്തിലൂടെ കഠിനമായ മദ്യത്തിലേക്ക് നയിക്കുന്നതിന് കാരണമാകുമെന്നുള്ള അദ്ദേഹത്തിൻ്റെ വിയോജിപ്പിൽ നിലനിന്നുകൊണ്ട് തന്നെ സർക്കാരിന്റെ തീരുമാനം അംഗീകരിക്കാൻ തയ്യാറാവുകയുമാണ് ഉണ്ടായത്. നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞപ്പോൾ താങ്കൾക്ക് വിശ്വാസമായില്ലല്ലോ. ഇപ്പൊ KPCC വൈസ് പ്രസിഡന്റും ഗ്രൂപ്പ് നേതാവുമായ ശ്രീമതി ലാലി വിൻസെന്റ് തന്നെ പറയുകയാണ്, മദ്യനയത്തിൽ നേരത്തെ KPCC തീരുമാനമെടുത്തിട്ടുണ്ട്, പക്ഷേ ബിയർ വൈൻ പാർലറുടെ കാര്യത്തിൽ മാത്രമേ തീരുമാനമെടുക്കാതിരുന്നിട്ടുള്ളൂ എന്നാണ്. ഒരാൾക്ക് തെറ്റാം, രണ്ടാൾക്കും ഒരുപോലെ തെറ്റുമോ? അല്ല, ഇപ്പം രണ്ടാളും, ഞാൻ നേരത്തെ നികേഷിനോട് പറഞ്ഞല്ലോ, ലാലി വിൻസെന്റിനോട് അങ്ങനെ ചോദ്യം ചോദിക്കരുത് എന്ന് പറഞ്ഞത് ഈ ചർച്ചയുടെ ഗതി മാറ്റിവിടാൻ വേണ്ടിയല്ല. ലാലി വിൻസെന്റ് കോൺഗ്രസ് നേതാവായിരിക്കുമ്പോൾ തന്നെ ഒരു അമ്മയാണ്, ഒരു സഹോദരിയാണ്. ഇപ്പം തന്നെ ഉത്തരം ശ്രദ്ധിച്ചില്ലേ? ഒരു നല്ല അമ്മയെപ്പോലെ, നല്ല സഹോദരിയെപ്പോലെ ആരെയും വേദനിപ്പിക്കാതെ വളരെ മസൃണമായിട്ട് സംസാരിക്കുന്നു. അതുകൊണ്ട് അവരെ വിഷമിപ്പിക്കാതിരിക്കാൻ വേണ്ടി അങ്ങനത്തെ ചോദ്യങ്ങൾ ചോദിക്കരുതെന്ന് മാത്രമേ ഞാൻ പറഞ്ഞുള്ളൂ. ഇവിടെ എന്താ വാസ്തവത്തിൽ സംഭവിച്ചിരിക്കുന്നത്? ലാലി വിൻസെന്റ് പറഞ്ഞ ഒരു കാര്യത്തോട് ഞാൻ ചോദിക്കുകയാണ്, ഈ ഒരു നയം ഇത്രയെങ്കിലും മാറ്റം ഉണ്ടായത് എൻ്റെ അഭിപ്രായത്തിൽ നികേഷ് ഈ മൊത്തത്തിലുള്ള ഈ കച്ചവടത്തിൽ ഏറ്റവും കൂടുതൽ നേട്ടം ഉണ്ടാക്കിയത് VM സുധീരനാണെന്ന് ഞാൻ പറയുന്നത്. അദ്ദേഹം 418 ബാറുകൾ പൂട്ടണമെന്ന് മാത്രമേ പറഞ്ഞുള്ളൂ, അതിനപ്പുറത്തേക്ക് പോയിരിക്കുന്നു. ബിയർ വൈൻ അവിടെ നിൽക്കട്ടെ, അത് നേരത്തെയുള്ള ചർച്ചകളിലൊന്നും വന്ന ഒരു കാര്യമല്ല. അപ്പോൾ ബിയർ വൈൻ വന്നു എന്ന് മാത്രമേ ഉള്ളൂ. ഞായറാഴ്ച ഡ്രൈഡേ ഉമ്മൻചാണ്ടി കൊണ്ടുവന്ന് അദ്ദേഹം അത് പിൻവലിച്ചു എന്നതിനപ്പുറത്ത് മദ്യ നിരോധനമോ അല്ലെങ്കിൽ മദ്യവർജനമോ അതിൽ ഈ ഗവൺമെൻറ് വളരെ വളരെ മുന്നോട്ട് പോയിരിക്കുന്നു. അത്
അത് യാതൊരു സംശയവും വേണ്ട. VM സുധീരൻ ഒരു നിലപാടെടുത്തതിനെ തുടർന്ന് നന്മ കരുതിയോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെയോ അല്ലെങ്കിൽ കേരളത്തെ മദ്യവിപത്തിൽ നിന്ന് രക്ഷിക്കാനൊന്നും ആരും ചെയ്തതല്ല. കോൺഗ്രസ് പാർട്ടിക്കുള്ളിലെ ആളുകളുടെ ഇഗോ തമ്മിലുള്ള ക്ലാഷിൻ്റെ ഫലമായിട്ടൊക്കെ ഉണ്ടായതാണെന്നൊക്കെ നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്ന ഒരു കാര്യം, മദ്യ നയം സംബന്ധിച്ച് KPCCക്ക് ഒരു തീരുമാനമില്ല. തീരുമാനം ഉണ്ടായിരുന്നുവെങ്കിൽ ഇന്ന് നടത്തിയ പത്രസമ്മേളനത്തിൽ VM സുധീരൻ അങ്ങനെയല്ല സംസാരിക്കുക. എങ്ങനെയാണ് നികേഷ് നിങ്ങൾ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് തന്നെ ഒറ്റക്കെട്ടായിട്ട് ഐക്യത്തോടെ മുന്നോട്ട് പോകുന്നത്? ഇതിൻ്റെ മാന്ത്രിക വിദ്യ വല്ലതുമാണോ? വിയോജിപ്പ് നിലനിർത്തുക, പിന്നെ ഐക്യത്തോടെ മുന്നോട്ട് ആളുകളെ പറ്റിക്കുക. കേരളത്തിലെ ജനങ്ങൾക്ക് ഇതൊന്നും മനസ്സിലാവില്ലെന്നാണ് കോൺഗ്രസോ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ നേതാക്കളോ കരുതി വെച്ചിരിക്കുന്നത്. ഞാൻ ചോദിക്കട്ടെ, നാളെ ഒരു പൊതുവേദിയിൽ ഇപ്പോഴും പറയുന്നു ഞാൻ പഴയ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു എന്ന് പറയുമ്പോൾ ആ വിയോജിപ്പ് നാളെ പൊതുവേദികളിൽ പ്രകടിപ്പിക്കപ്പെടുമ്പോൾ ഗവൺമെൻറ് തീരുമാനം എടുത്തതിനെതിരായിട്ട് KPCC പ്രസിഡന്റ് സംസാരിക്കേണ്ടി വന്നാൽ എങ്ങനെ ഈ വിയോജിപ്പ് നിലനിർത്തിക്കൊണ്ട് ഒറ്റക്കെട്ടായിട്ട് മുന്നോട്ട് പോകുമെന്നാണ് പറയുന്നത്? ദയവേത് എനിക്ക് ഇവരുള്ള അപേക്ഷ കേരളത്തിലെ നല്ല ബുദ്ധിയുള്ള മനുഷ്യരെ പറ്റിക്കാനായിട്ട് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ അവസാനിച്ച് കാര്യങ്ങളായിട്ട് കണ്ടിട്ട് തീരുമാനങ്ങൾ എടുത്ത് മുന്നോട്ട് പോകാൻ ഇനിയെങ്കിലും കോൺഗ്രസ് നേതൃത്വം തയ്യാറാവുക വേണ്ടത്. ശ്രീമതി ലാലി വിൻസെൻ്റ്, എന്തായാലും ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം അതിനെക്കുറിച്ച് ആവർത്തിച്ച് പറയുന്നത് കൊണ്ട് ഞാൻ ചോദിക്കുകയാണ്. നേരത്തെ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ വ്യക്തമാക്കി വിവിധ കമ്മിറ്റികൾ ചർച്ച ചെയ്ത കാര്യം. എങ്കിലും KPCC ഒരു തീരുമാനമായി അത് അഡോപ്റ്റ് ചെയ്തിട്ടില്ല എന്നതിനാൽ പിന്നീട് പാർട്ടി സർക്കാർ ഏകോപന സമിതിയിലേക്കും അവർ ഒരു പ്രത്യേക സമിതിയെ വെച്ച് ഈ കാര്യത്തിൽ തീരുമാനമെടുക്കാൻ നിശ്ചയിക്കുകയും ആ കമ്മിറ്റി തീരുമാനമെടുക്കാതെ UDFിലേക്ക് ഈ വിഷയം എത്തുകയും VM സുധീരനും ഉമ്മൻചാണ്ടിയും വ്യത്യസ്ത നിലപാട് UDFിൽ തന്നെ പറയുകയും ഒക്കെ ചെയ്ത ചിത്രമാണ് നമ്മുടെ മുന്നിലുള്ളത്. പിന്നെ എങ്ങനെയാണ് മദ്യനയത്തിൽ KPCC തീരുമാനമെടുത്തത് എന്ന് താങ്കൾ പറയുന്നത്? KPCC എക്സിക്യൂട്ടീവിൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്തതാണ്. വളരെ വിശദമായി തന്നെ അതിൽ റെസൊല്യൂഷനും കൊണ്ടുവരാനായിട്ട് എല്ലാവരും പ്രപ്പോസ് ചെയ്തതാണ്. 60-ൽ പരം വ്യക്തികൾ സർക്കാരിന് ഇപ്പോൾ പൂട്ടിയിരിക്കുന്ന 418 ബാറുകൾ തുറക്കേണ്ടതില്ല, പൂട്ടിയ ബാറുകൾ തുറന്ന് സർക്കാർ പുറകോട്ട് പോകേണ്ടതില്ല എന്ന് പ്രസംഗിച്ചതാണ്, മിനിറ്റ്സിൽ രേഖപ്പെടുത്തിയിട്ടുള്ളതാണ്. ഈ വിഷയത്തിൽ ഒരു ഏകകണ്ഠമായ അഭിപ്രായം, സമവായം ഉണ്ടാകത്തക്ക രീതിയിൽ ചർച്ചകളും പ്രസംഗങ്ങളും ഉണ്ടായതാണ്. ആ കാര്യത്തിൽ ഒന്നും മാറ്റമില്ല. ഇത് അത്രയും ശരി. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാമും അത്രയും കാര്യങ്ങൾ സമ്മതിക്കുന്നുണ്ട്. പക്ഷെ അതൊരു തീരുമാനമല്ല എന്നാണ് സണ്ണിക്കുട്ടിയുടെ വാദം. സാങ്കേതിക വശം മാത്രമേ ഉള്ളൂ. ഏകോപന സമിതി ഉണ്ടായി, സമിതിയെ നിയോഗിച്ചു. ഈ ചർച്ചകളെല്ലാം നടക്കുമ്പോൾ തന്നെയല്ലേ ഗവൺമെന്റ് വളരെ ഭംഗിയായിട്ട് നടന്നുകൊണ്ടിരുന്ന ബാറും കൂടെ പൂട്ടിക്കൊണ്ട് ഡിക്ലെയർ ചെയ്തത്. പിന്നെ എന്തിനാ KPCC തീരുമാനമെടുക്കുന്നേ? 418 ബാറുകൾ തുറക്കണോ ചർച്ച ലൈവായി നടക്കുന്ന അതേ സാഹചര്യത്തിലാണ് നിലനിൽക്കുന്ന ബാറുകൾ കൂടെ പൂട്ടിക്കൊണ്ട് നിങ്ങളുടെ പാർട്ടിയുടെ കാര്യം സ്വാഭാവികമായി നിങ്ങൾ പറയുന്നത് കേൾക്കുക എന്നുള്ളത് മാത്രമാണ് ഞങ്ങളെ പോലുള്ളവർക്ക് ചെയ്യാൻ കഴിയുക. അതിനപ്പുറത്തേക്ക് നമുക്ക് നീട്ടിക്കൊണ്ടുപോകണമെന്നില്ല. അഡ്വക്കേറ്റ് ജയശങ്കർ, UDFിന്റെ നിയമസഭാ കക്ഷി യോഗം ഇന്ന് ചേർന്നു. VM സുധീരൻ പോയില്ല. നേരത്തെ കോൺഗ്രസിന്റെ നിയമസഭാ കക്ഷിയുടെ അനൗപചാരിക യോഗം ക്ലിഫ് ഹൗസിൽ ചേർന്നു. അവിടെയും VM സുധീരൻ പോയില്ല. ഒറ്റപ്പെട്ടു എന്നല്ലേ അതിന്റെ അർത്ഥം? അല്ല, UDFിന്റെ നിയമസഭാ കക്ഷി യോഗത്തിൽ സുധീറിനെ ക്ഷണിച്ചിട്ട് അദ്ദേഹം പോകാനാണോ നമുക്കറിയില്ല. മാത്രമല്ല, നിയമസഭാ കക്ഷി യോഗത്തിൽ KPCC പ്രസിഡന്റ് പങ്കെടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അങ്ങനെയാണെങ്കിൽ മുസ്ലിം ലീഗിന്റെ സംസ്ഥാന അധ്യക്ഷനായ ഹൈദരാലി തങ്ങൾ പങ്കെടുക്കണ്ടേ? അദ്ദേഹം പങ്കെടുത്തില്ലല്ലോ. അതുകൊണ്ട് ആ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല. VM സുധീരൻ പോകേണ്ട ഒരു യോഗമല്ലാതെ അദ്ദേഹം ഒറ്റപ്പെട്ടു എന്ന് നമുക്ക് സാങ്കേതികമായിട്ട് സണ്ണിക്കുട്ടി എബ്രഹാം പറയുന്ന രീതിയിൽ പറയാൻ കഴിയുമെങ്കിലും അദ്ദേഹത്തിന് ജനങ്ങളുടെ ഇടയിൽ വലിയൊരു സ്വീകാര്യതയുണ്ട്. കോൺഗ്രസിലെ വേറെ ഏത് നേതാവിനും ഇല്ലാത്തേക്കാൾ വലിയ ഒരു സ്വീകാര്യത അത് കോൺഗ്രസിൽ മാത്രമല്ല, കോൺഗ്രസിന് പുറത്തും അദ്ദേഹത്തിനുണ്ട്. അതാണ് അദ്ദേഹത്തിന്റെ ബലം. അദ്ദേഹത്തിന് കൃത്യമായിട്ട് അറിയാം. പക്ഷേ ഇന്ന് രണ്ട് പ്രധാനപ്പെട്ട ശത്രുക്കളെയാണ് ശ്രീ VM സുധീരൻ സമ്പാദിച്ചിരിക്കുന്നത്. ഒന്ന് VD സതീശൻ, രണ്ട് K മുരളീധരൻ. പുതിയ ശത്രുക്കളായി അവർ എൻറോൾ ചെയ്തിരിക്കുകയാണ്. അതാണ് നിശിതമായി വ്യക്തിപരമായി പോലും ശ്രീ VM സുധീരനെ ഈ നേതാക്കൾ ഇപ്പോൾ വിമർശിച്ചുകൊണ്ടിരിക്കുന്നത്. CV പത്മരാജനും കൊടിക്കുന്നിലുമാണ് പോലും കുറെയെങ്കിലും സോഫ്റ്റായി VM സുധീരനോട് പെരുമാറിയത് കഴിഞ്ഞ ദിവസം. അല്ല, CV പത്മരാജൻ വക്കീലിനെ അറിയാവുന്ന എല്ലാവർക്കും അറിയാം. അദ്ദേഹം വളരെ മാന്യമായിട്ടും മിതമായിട്ടും സംസാരിക്കുന്ന ആളാണ്. അദ്ദേഹം ഒരിക്കലും പ്രകോപിതനാകുന്ന ആളല്ല. കൊടിക്കുന്നിൽ സുരേഷനാണെങ്കിലും പ്രത്യേകിച്ച് ഇക്കാര്യത്തിൽ വലിയ താല്പര്യമൊന്നുമില്ല. അദ്ദേഹം പ്രധാനമായിട്ട് ഡൽഹി വാസിയായതുകൊണ്ട്. ഇവിടുത്തെ പ്രശ്നം എന്ന് വെച്ചാൽ VD സതീശൻ കഴിഞ്ഞ ദിവസം തന്നെ നമ്മുടെ റിപ്പോർട്ടർ ചാനലിലുള്ള ചർച്ചയിൽ തന്നെ പറഞ്ഞല്ലോ, അദ്ദേഹം CPM-നെതിരെ ഫൈറ്റ് ചെയ്ത് വന്ന ആളാണ്. K മുരളീധരനെ മറ്റേ കരുണാകരന്റെ
അനുസ്മരണ ചടങ്ങിൽ വെച്ച് VM സുധീരൻ വിമർശിച്ചത് ശരിയായില്ല എന്ന് പറഞ്ഞ ആ ചർച്ച ഓർക്കുന്നില്ലേ, നികേഷ് തന്നെയാണ് നടത്തിയത്. അന്ന് തന്നെ സതീശൻ ഈ അഭിപ്രായം റിപ്പോർട്ടർ ചാനലിൽ പറഞ്ഞിരുന്നു. ഞാൻ CPM-നോട് ഫൈറ്റ് ചെയ്ത് വന്ന ആളാണ്, അല്ലാണ്ട് പാർട്ടിക്കകത്തുള്ള ആളുകളെ എതിർത്ത് നേതാവായ ആളല്ല എന്ന് അദ്ദേഹം പറഞ്ഞല്ലോ. അന്ന് അത് ഈ രീതിയിൽ ചർച്ച ചെയ്യപ്പെട്ടില്ല. അദ്ദേഹം TV ചാനലിൽ തന്നെ പറഞ്ഞ അഭിപ്രായമാണിത്. VD സതീശൻ കുറച്ചു കാലമായിട്ട് തന്നെ സുധീറിനെതിരാണ്. മാത്രമല്ല നേരത്തെ തന്നെ ഒരു 1-2 മാസം മുമ്പ് തന്നെ അദ്ദേഹം പറഞ്ഞു, ഞാൻ ഒഴിച്ച് എല്ലാവരും മദ്യലോബിക്ക് അനുകൂലമാണ് എന്ന നിലപാട് സ്വീകരിക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞു. മുരളീധരനായിരുന്നു നമുക്ക് നേരത്തെ അറിയാം. അദ്ദേഹം ഏതാണ്ട് ഇതേ സമീപനമാണ് നേരത്തെ വെജിറ്റേറിയൻ യാത്ര മുതലായ കാര്യങ്ങളിലൊക്കെ പറഞ്ഞുകൊണ്ടിരുന്നത്. അപ്പൊ ശത്രുക്കളുടെ എണ്ണം വർദ്ധിക്കുന്നതിന് കാര്യമില്ല. കാരണം സുധീറിനെ പോലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ഈ എതിരാളികളുടെ എണ്ണം വർദ്ധിക്കുന്നത് നല്ലതാണ്. കാരണം എല്ലാവരും ഒരാളെ തന്നെ എതിർക്കുന്നു, ഒരാളെല്ലാവരും എതിർക്കുന്നു എന്നുള്ള വലിയൊരു അവസ്ഥയാണ്. കാരണം അതൊരു വലിയ പ്ലസ് പോയിന്റ് ആയിട്ടാണ് ഇങ്ങനെയുള്ള ആളുകൾ എടുക്കുക. പക്ഷേ VM സുധീരൻ എല്ലാ കാലത്തും അങ്ങനെയല്ലേ? ഒരു കാലഘട്ടത്തിൽ K കരുണാകരനെതിരെ യുദ്ധം നയിച്ചു. പിന്നീട് സ്വാഭാവികമായും എയുടെ പരമോന്നത നേതാവായി, അല്ലെങ്കിൽ ഉമ്മൻചാണ്ടിയിലും VM സുധീരനിലും മാത്രമാണ് നമ്മൾ കേന്ദ്രീകരിക്കുന്നതെങ്കിൽ പ്രധാന 2 നേതാക്കളിൽ ഒരാളായിരുന്നു VM സുധീരൻ. അവിടെയും നിന്നില്ല. ഇപ്പോൾ ഏതാണ്ട് സ്വന്തം ഗ്രൂപ്പ് രൂപീകരിക്കാൻ പോകുന്നു. അതുതന്നെ പൂർണ്ണമായും എയും ഐയും എന്ന നിലയിൽ കോൺഗ്രസ് ധ്രുവീകരിക്കപ്പെട്ട് നിൽക്കുമ്പോൾ വീണ്ടും വ്യത്യസ്തമായ നിലപാട് VM സുധീരൻ്റെ KPCC പ്രസിഡന്റ് ആയതിനു ശേഷമുള്ള നിലപാടെന്താണ്? പാർട്ടിയിൽ ഗ്രൂപ്പ് ഉണ്ടാകാം, പക്ഷേ എങ്കിൽ പോലും അത് അമിതമാകരുത് എന്നാണ്. ഇപ്പോൾ VM സുധീരൻ്റെ നിലപാടുകൾ കൊണ്ടാണ് പാർട്ടിയിൽ വലിയ തോതിൽ വൈരുദ്ധ്യമുണ്ടാകുന്നത്. പാർട്ടിയും സർക്കാരും രണ്ടായി നിൽക്കുന്നത്. എല്ലാ കാലഘട്ടത്തിലും VM സുധീരൻ അങ്ങനെ ഒരു സ്വഭാവം, അങ്ങനെ ഒരു മേക്കാണ് അദ്ദേഹത്തിന്. അത് തീർച്ചയായിട്ടും ശരിയാണ്. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ശരിയും തെറ്റുകളും അദ്ദേഹത്തിന്റെ നിലപാടുകൾ, ആ നിലപാട് അദ്ദേഹം ശക്തമായിട്ട് പറയുകയും അതിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യുന്ന ആളാണ്. അതന്നെ അദ്ദേഹത്തിന്റെ, ഞാൻ നേരത്തെ പറഞ്ഞ വിശ്വാസ്യത, ക്രെഡിബിലിറ്റിയുടെ ഒരു പ്രശ്നമുണ്ട് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം. എല്ലാവരും 199 പേരും ശരിയെന്ന് പറയുന്ന കാര്യം അദ്ദേഹത്തിന് ശരി ബോധിച്ചില്ലെങ്കിൽ, അദ്ദേഹത്തിന്റെ മനസാക്ഷിക്ക് നിരക്കാത്താണെങ്കിൽ അദ്ദേഹത്തിന് ശക്തമായിട്ട് എതിർ നിലപാട് സ്വീകരിക്കും. അത് പണ്ട് തൊട്ടേ ഉള്ള അദ്ദേഹത്തിന്റെ ഒരു രീതിയാണ്. അതിൽ യാതൊരു സംശയമില്ല. പിന്നെ ഇവിടെ സണ്ണിക്കുട്ടി പറഞ്ഞ ഒരു ചെറിയ കാര്യത്തോട് ഞാൻ പറയട്ടെ, KPCCയുടെ തീരുമാനമായിട്ട് മിനിറ്റ്സ് ബുക്കിൽ എഴുതില്ല എന്നുള്ളത് ശരിയായിരിക്കും. പക്ഷേ എല്ലാ ആളുകളും പറഞ്ഞ അഭിപ്രായം KPCCയുടെ തീരുമാനം അല്ലെങ്കിൽ പിന്നെ എന്താണ്? ഇനി KPCCയുടെ തീരുമാനം മുഖ്യമന്ത്രി അതേപടി അംഗീകരിക്കുന്നു സണ്ണിക്കുട്ടിയോട് ആരോ പറഞ്ഞു. ഞാനൊരു ചെറിയ കാര്യം ചോദിക്കട്ടെ, ലളിതമായ കാര്യമാണ്. മുസ്ലിം ലീഗിന് 5ാം മന്ത്രിസ്ഥാനം കൊടുക്കരുതെന്ന് KPCC നേതൃയോഗം ഇതുപോലെ തന്നെ ചേർന്ന് തീരുമാനമെടുത്തതാണ്. ഡൽഹിയിൽ പോയിട്ട് വന്നപ്പോൾ ഉമ്മൻചാണ്ടി ഒരു തളികയിൽ വെച്ച് പാണക്കാട്ട് കൊണ്ടേ കൊടുത്തു 5ാം മന്ത്രിസ്ഥാനം. അതിന്റെ ഒരു ചമ്മൽ ഇതുവരെ കോൺഗ്രസുകാർക്ക് മാറിയിട്ടില്ല. അങ്ങനെ സണ്ണിക്കുട്ടി എബ്രഹാം, ബിഷപ്പുമാരെ കൊണ്ട് പ്രസ്താവന ഇറക്കിക്കുന്നത് VM സുധീരനാണെന്ന് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെന്ന് യോഗത്തിൽ K മുരളീധരൻ പറഞ്ഞു എന്ന് താങ്കൾക്കും ഒരുപക്ഷെ വിളിച്ചു ചോദിച്ചവർ പറഞ്ഞു തന്നിട്ടുണ്ടാകും. VM സുധീരനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ നിശ്ചയദാർഢ്യം അത് ഉമ്മൻചാണ്ടിയും എൻഡോഴ്സ് ചെയ്തിട്ടുള്ളതാണ്. അങ്ങനെ ഒരു നിലപാടുമായി VM സുധീരൻ ഒറ്റക്കാണെങ്കിൽ പോലും അങ്ങനെ പോകുന്നതിൽ എന്താണ് തടസ്സം? VM സുധീരൻ അങ്ങോട്ട് പോയി കെട്ടിക്കിടന്ന് കിട്ടിയ പദവിയല്ല KPCC പ്രസിഡന്റ് സ്ഥാനം. നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതുപോലെ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ പാർലമെൻ്ററി പൊളിറ്റിക്സിൽ നിന്ന് അദ്ദേഹം വിരമിച്ചതാണ്. എന്നിട്ട് സോണിയാഗാന്ധി നിർബന്ധിച്ചപ്പോഴാണ് ആലപ്പുഴയിൽ പോയത്, അപരനാൽ ചില്ലറ വോട്ടുകൾ തോറ്റത്. അതിനുശേഷം പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് 2 വട്ടം വന്നു, നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നു, സീറ്റിന് തേടി പോയിട്ടില്ല. അപ്പോൾ ആ നിലയിൽ ആദർശ രാഷ്ട്രീയമുള്ള ഒരാൾക്ക് തൻ്റെ നിലപാട് മുന്നോട്ട് വെക്കാനുള്ള സ്വാതന്ത്ര്യം അതില്ലേ രാഷ്ട്രീയത്തിൽ? തീർച്ചയായും ഉണ്ട് നികേഷ്. പക്ഷേ അതിനു മുമ്പായിട്ട് ഈ 5ാം മന്ത്രിയുടെ കാര്യത്തിൽ അതിൻ്റെ ചർച്ചകൾ മറ്റൊരു ഘട്ടത്തിലേക്ക് വന്നപ്പോൾ KPCC പ്രസിഡന്റിനെ കൂടെ വിശ്വാസത്തിലെടുത്തുകൊണ്ട് ചർച്ച നടത്തി അതിൻ്റെ അടിസ്ഥാനത്തിൽ തന്നെയാണ് 5ാം മന്ത്രി സ്ഥാനം തളികയിൽ എന്നോണം കൊണ്ടു കൊടുത്തതെന്നുള്ളത് നമുക്കൊക്കെ അറിയാവുന്ന കാര്യമാണ്. പിന്നെ ഇവിടെ ഇന്നലത്തെ യോഗത്തിൽ നമുക്ക് കിട്ടിയ പോലെ അനുസരിച്ച് ഏറ്റവും ഹൃദയസ്പർശിയായിട്ട് സംസാരിച്ചത് എനിക്ക് തോന്നുന്നു K മുരളീധരനാണെന്ന് തോന്നുന്നു. അദ്ദേഹം വളരെ കൃത്യമായിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിത സാക്ഷ്യം മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ, തനിക്ക് സംഭവിച്ചത് മുന്നോട്ട് വെച്ചുകൊണ്ട് തന്നെ അദ്ദേഹം പറയുമ്പോൾ അദ്ദേഹം പറഞ്ഞതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം നമുക്കറിയാം. ഇവിടെ മറ്റു പലരും പറഞ്ഞ പോലെ ഒരു നിലപാടെടുത്താൽ VM സുധീരൻ അതിൽ നിന്ന് മാറാറില്ല, ഫൈറ്റ് ചെയ്യാറുണ്ട്. അതൊക്കെ നമുക്കറിയാം. ഞാനത് നമുക്ക് നേരിട്ട് അറിയുകയും അനുഭവിക്കുകയും ചെയ്തിട്ടുള്ളതാണ്. പക്ഷേ ഇപ്പം VM സുധീരൻ പഴയ VM സുധീരൻ അല്ല. VM സുധീരൻ KPCCയുടെ പ്രസിഡന്റാണ്.
എന്താണ് ഇന്നത്തെ യോഗം നൽകുന്ന സന്ദേശം? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ സ്വന്തമായ വ്യക്തിപരമായ അജണ്ടകൾ നിർബന്ധപൂർവ്വം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അതിൽ പരാജയം സംഭവിക്കും എന്നുള്ളതാണ്. തന്ത്രപരമായ മാറ്റമാണോ ഇല്ലയോ എന്നൊന്നും എനിക്കറിഞ്ഞുകൂടാ. പക്ഷേ അങ്ങനെ സ്വന്തം നിലപാടുകൾ അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് വിജയിക്കില്ല എന്നുള്ളതിൻ്റെ ഒന്നാന്തരം ഒരു തെളിവാണ് ഇന്നലെ നടന്ന ഏകോപന സമിതി യോഗത്തിൻ്റെയും ഫലം എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അദ്ദേഹം ഇപ്പോൾ KPCC പ്രസിഡന്റാണ്. അദ്ദേഹം പറയുന്നത് KPCCയുടെ കോൺഗ്രസിൻ്റെ അഭിപ്രായമായിട്ട് അംഗീകരിക്കപ്പെടുക തന്നെ വേണം. അത്തരത്തിലുള്ള നിലപാടുകളെ എടുക്കാവൂ. നമുക്കറിയാം അദ്ദേഹം പറഞ്ഞതിനപ്പുറത്തേക്ക് തന്നെ ഈ നയത്തിലുള്ള നടപടികൾ മുന്നോട്ട് പോയെന്ന് പറയുമ്പോൾ അദ്ദേഹത്തിന് കൃത്യമായിട്ട് ഈ ഒരു കാര്യത്തിൽ അദ്ദേഹത്തിന് നിലപാടെടുത്തത് ഇനി ഗവൺമെന്റിന്റെ ഉത്തരവാദിത്തമാണ്, ഗവൺമെന്റ് തീരുമാനമെടുക്കാം. പക്ഷേ എൻ്റെ നിലപാടിൽ ഞാൻ മാറുന്നില്ല എന്ന് പറഞ്ഞ് നിന്നിരുന്നുവെങ്കിൽ ഒരുപക്ഷെ ഇന്നലെ നടന്ന ഏകോപന സമിതി യോഗം പോലും ഒരു അനാവശ്യമായ ഒരു നടപടിയായിരുന്നു എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുകൊണ്ട് എന്ത് പർപ്പസാണ് വാസ്തവത്തിൽ സെർവ് ചെയ്തതെന്നുള്ളത് നമുക്കറിയാം. എന്തായാലും ഈ തീരുമാനത്തിൽ നിന്ന് ഗവൺമെന്റ് പിന്നോട്ട് പോവില്ല എന്നുള്ളത് വളരെ വ്യക്തമായിരുന്നു. എന്നിട്ടും എന്തുകൊണ്ട് ചെയ്തില്ല? പിന്നെ ഇപ്പോഴും പറയുന്നു, എല്ലാവരും പറയുന്നു KPCCയുടെ തീരുമാനമാണ് എങ്കിൽ എനിക്ക് ഒരൊറ്റ ചോദ്യമേ ചോദിക്കാറുള്ളൂ. എന്തുകൊണ്ട് കോൺഗ്രസിന്റെ പാർലമെന്ററി പാർട്ടി കൂടിയിട്ട് ഒരാൾ പോലും VM സുധീരനെ പിന്താങ്ങാതെ അന്ന് TN പ്രതാപൻ പങ്കെടുത്തില്ല, ബാക്കി എല്ലാവരും ഈ ഭേദഗതിയെ അനുകൂലിച്ച ഒരു സാഹചര്യത്തിൽ പാർട്ടിക്ക് മറിച്ചൊരു തീരുമാനവും പാർട്ടിയുടെ നിലപാട് മറ്റൊന്ന് ആയിരുന്നു എങ്കിൽ എന്തുകൊണ്ട് KPCCയുടെ എക്സിക്യൂട്ടീവ് യോഗം വിളിച്ചു ചേർത്ത് വീണ്ടും ആ വിഷയം ചർച്ച ചെയ്തിട്ട് പാർലമെന്ററി പാർട്ടിയോടും പാർലമെന്ററി പാർട്ടി നേതാവിനോടും പറയാമായിരുന്നു ഇതാണ് KPCCയുടെ തീരുമാനം, ഇതിൽ നിന്നും മാറാൻ പാടില്ല. അതെന്തുകൊണ്ട് സംഭവിച്ചില്ല? ചോദ്യങ്ങളാണ്. പക്ഷേ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോട് എനിക്ക് ചോദിക്കാനുള്ളത്, എയും ഐയും ഒന്നിച്ച് നിന്നാൽ സുധീരൻ ഒന്നുമല്ല എന്ന് ബോധ്യമായോ? ഇനിയിപ്പോൾ സംഘടനാ തെരഞ്ഞെടുപ്പ് വരാൻ പോവുകയാണ്. സ്വാഭാവികമായും സുധീരൻ KPCC പ്രസിഡന്റ് സ്ഥാനത്തുണ്ടെങ്കിൽ ഇവർക്കൊരു സംയുക്ത സ്ഥാനാർത്ഥി നേരത്തെ G കാർത്തികേയൻ ഉണ്ടായതുപോലെ ഉണ്ടാവുകയാണെങ്കിൽ സുധീരൻ നിലംപരിശാകും എന്ന് വ്യക്തമല്ലേ? ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ, പാർലമെന്ററി പാർട്ടിയുടെ അനൗപചാരിക യോഗം കഴിഞ്ഞു, UDFിൻ്റെ പാർലമെന്ററി പാർട്ടി യോഗം കഴിഞ്ഞു, ഇനി 17-ാം തീയതി എക്സിക്യൂട്ടീവാണ്. അവിടെയും എയും ഐയും എല്ലാം ഒന്നിച്ച് നിൽക്കുമ്പോൾ സുധീരൻ മുന്നോട്ട് വെക്കുന്ന സമീപനത്തോട് ഭൂരിപക്ഷം അംഗങ്ങളും യോജിക്കുന്നില്ല എന്നല്ലേ ഇതിനകം പുറത്തു വരുന്ന പിന്തുണക്കൽ കൂട്ടങ്ങൾ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത്? KPCC പ്രസിഡന്റ് സ്ഥാനത്തേക്ക് അദ്ദേഹത്തിന് തുടരാനോ അല്ലെങ്കിൽ ഇനി വരുന്ന KPCC പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ സ്ഥാനം നിലനിർത്താനോ കഴിയുമെന്ന് വിചാരിക്കുന്നുണ്ടോ താങ്കൾ? എന്നെക്കാൾ ആധികാരികമായി കോൺഗ്രസ് പാർട്ടിയുടെ കാര്യങ്ങൾ ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സണ്ണിക്കുട്ടിയാ. കാരണം ആ യോഗത്തിൽ അപ്പൊ തന്നെ മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് അദ്ദേഹത്തെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് അദ്ദേഹം തന്നെ സമ്മതിച്ചിട്ടുണ്ട്. അപ്പൊ അദ്ദേഹം പറയുന്നതാണ് കോൺഗ്രസ് വക്താവ് പറയുന്നതിനേക്കാൾ ആധികാരികമുള്ളത്. കാരണം യോഗത്തിൽ പങ്കെടുത്ത ആള് നേരിട്ട് അവിടെ വെച്ച് ഫോൺ ഓൺ ചെയ്ത് അദ്ദേഹത്തെ കേൾപ്പിച്ച കാര്യങ്ങൾ അദ്ദേഹം പറയുമ്പോൾ വക്താവിനൊരിക്കലും അങ്ങനെ പറയാനാവത്തില്ല. കാരണം എന്നെ ആരും ഫോൺ ഓൺ ചെയ്ത് കേൾപ്പിച്ചിട്ടുമില്ല. ജീവിതത്തിൽ ഇന്നുവരെ ഒരു പത്രക്കാരനെ ഞാൻ ഫോൺ ഓൺ ചെയ്ത് കേൾപ്പിച്ചിട്ടുമില്ല. യോഗം കഴിഞ്ഞ് ഞാൻ അവരെ ഫോൺ വിളിച്ച് യോഗ നടപടികൾ അറിയിച്ചിട്ടുമില്ല. അതെന്റെ പാരമ്പര്യമാണ്. അങ്ങനെ ആരെങ്കിലും ഒരാൾ പറഞ്ഞാൽ ഞാൻ അവിടെ വെച്ച് എന്റെ രാഷ്ട്രീയ ജീവിതം അവസാനിപ്പിക്കാം. ഇവിടെ ശ്രീ സണ്ണിക്കുട്ടി പറയുന്നത് കേട്ടു, ശ്രീ VM സുധീരൻ 418 ബാർ പൂട്ടാൻ പറഞ്ഞു എന്ന്. പൂട്ടാൻ പറഞ്ഞിട്ടില്ല, പൂട്ടിയത് തുറക്കാൻ പാടില്ലെന്നാ പറഞ്ഞത്. അപ്പൊ മുഖ്യമന്ത്രി എന്താ ചെയ്ത്? 418 തുറന്നില്ലെന്ന് മാത്രമല്ല 730 ബാറുകൾ പൂട്ടി. സണ്ണിക്കുട്ടി ഒരു കാര്യം മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടി ആ 730 ബാറുകൾ പൂട്ടിയതാണ്. അവിടെ ഇന്ത്യൻ മെയ്ഡ് ഫോറിൻ ലിക്കർ ഇനി ഒരിക്കലും കച്ചവടം ചെയ്യില്ല. അതേസമയം ഉദയഭാനു കമ്മീഷന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വീര്യം കുറഞ്ഞ മദ്യം കൊടുക്കാനാണ് അവിടെ പറഞ്ഞത്. ആ കാര്യത്തിലാണ് VM സുധീരൻ അഭിപ്രായ വ്യത്യാസം പറഞ്ഞത്. ഉമ്മൻചാണ്ടിയും സുധീരനും തമ്മിൽ യോജിക്കുന്നതിലുള്ള അസഹിഷ്ണുത എനിക്ക് നന്നായി മനസ്സിലായി. എനിക്ക് മനസ്സിലാക്കാവുന്നേ ഉള്ളൂ. കാരണം അവർ യോജിച്ചു പോട്ടെ, ഈ പാർട്ടി ഒന്ന് രക്ഷപ്പെട്ടോട്ടെ, ഈ ഗവൺമെന്റ് ഒന്ന് നിലനിൽക്കട്ടെ. ഒരിക്കൽ കൂടി ഈ ഗവൺമെന്റ് അധികാരത്തിൽ വന്നോട്ടെ. സണ്ണിക്കുട്ടി മനഃപൂർവ്വം ഇങ്ങനെ അവർ രണ്ടുപേരെയും ചെളിവാരി എറിയണ്ട. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം അവർ തമ്മിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടാകുമ്പോൾ ഞങ്ങളുടെ പ്രഷർ കൂടും. കാരണം ഈ രണ്ടുപേരും കോൺഗ്രസ് പാർട്ടിക്ക് ഒന്നുപോലെ വേണ്ടപ്പെട്ടവരാണ്. ഈ രണ്ടുപേരും ഇവിടെ സണ്ണിക്കുട്ടി മനസ്സിലാക്കണം, കേരളം ഭരിക്കുന്ന കോൺഗ്രസ് അല്ല. കോൺഗ്രസ് മാത്രമാണെങ്കിൽ KPCC എടുക്കുന്ന തീരുമാനം അതേപടി നടപ്പിലാകും. പക്ഷേ ഇവിടെ കേരളം ഭരിക്കുന്നത് കോൺഗ്രസ് നേതൃത്വം കൊടുക്കുന്ന UDF ആണ്, കോൺഗ്രസ് ഒറ്റയ്ക്കല്ല. അപ്പൊ ആ UDFിലെ മറ്റ് കക്ഷികളുടെ അഭിപ്രായം കൂടി പരിഗണിക്കേണ്ടി വരും. അപ്പോ KPCC എടുക്കുന്ന എല്ലാ തീരുമാനവും അക്ഷരം പ്രതി അങ്ങനെ നടപ്പിലാവത്തില്ല. അതുകൊണ്ട്
എന്നെങ്കിലും കോൺഗ്രസ് ഒറ്റയ്ക്ക് ഭരിക്കുമ്പോൾ മാത്രമേ സണ്ണിക്കുട്ടി പറഞ്ഞ് നടക്കിലാവൂ. ഉമ്മൻചാണ്ടിയെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് UDFന്റെ അഭിപ്രായം കൂടി മാനിച്ചല്ല തീരുമാനമെടുക്കാനാവില്ല. അതുകൊണ്ട് കോൺഗ്രസിന്റെ തീരുമാനമായിരിക്കില്ല പലപ്പോഴും UDFിലെ പല ഘടകകക്ഷികളും എടുക്കുന്നത്. ഈ ഗവൺമെന്റ് മുന്നോട്ട് പോകണമെങ്കിൽ സ്വാഭാവികമായി ചിലപ്പോൾ അത്തരം തീരുമാനമെടുക്കേണ്ടി വരും. കേരള പ്രദേശ് കോൺഗ്രസ് കമ്മിറ്റി പ്രസിഡന്റിന് അത് അംഗീകരിക്കേണ്ടി വരും. അവർ ഈ പ്രസിഡന്റും അതുപോലെ നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഉമ്മൻചാണ്ടിയും രമേശ് ചെന്നിത്തലയും എഴുതി കൊടുത്തു സുധീരനെ പ്രസിഡന്റ് ആക്കരുതെന്ന്. എന്നിട്ടായി ഒരു കൊല്ലം ആ ഉമ്മൻചാണ്ടിക്കും അദ്ദേഹത്തിന്റെ ഗവൺമെന്റും പരിപൂർണമായ പിന്തുണയാണ് VM സുധീരൻ കൊടുത്തത്. അവർ ബേർഡ്സ് ഓഫ് ദ സെയിം ഫെദർ ആയിരുന്നു. പക്ഷേ വിഷയങ്ങളുടെ അടിസ്ഥാനത്തിലാണ് അഭിപ്രായ വ്യത്യാസം. മദ്യനയം ഒരു വിഷയമാണ്, അതിനകത്ത് പാർട്ടിക്ക് ഒരു തീരുമാനമുണ്ട്. ആ തീരുമാനം അതിനേക്കാൾ ഭംഗിയായി മുഖ്യമന്ത്രി നടപ്പിലാക്കി. അതിലൊരു മാറ്റം വരുത്തിയപ്പോഴാണ് പ്രസിഡന്റ് അഭിപ്രായ വ്യത്യാസം രേഖപ്പെടുത്തിയത്. അതേസമയം ഉമ്മൻചാണ്ടിയുടെ മദ്യനയത്തിന്റെ പ്രചാരകനായി ജനപക്ഷ യാത്ര നടത്തിയ നേതാവാണ് VM സുധീരൻ. അത് മറക്കരുത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഇന്നലത്തെ തീരുമാനം സന്തോഷപ്രദമാണ്. കാരണം ഉമ്മൻചാണ്ടിയും അതുപോലെ തന്നെ ശ്രീ VM സുധീരനും രമേശ് ചെന്നിത്തലയും ഒറ്റക്കെട്ടായി പോണം. അവർക്ക് വിഷയങ്ങളിലുള്ള അസംതൃപ്തിയും അഭിപ്രായ വ്യത്യാസവും തൽക്കാലം മനസ്സിൽ സൂക്ഷിച്ച് ഈ പാർട്ടിയെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ തെരഞ്ഞെടുപ്പിൽ അധികാരത്തിൽ ഭൂരിഭാഗം പഞ്ചായത്തിലും മുനിസിപ്പാലിറ്റിയിലും കോർപ്പറേഷൻ കൊണ്ടുവരണം. മാത്രമല്ല 977 പോലെ ഒരിക്കൽ കൂടി ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രി കേരളത്തിൽ ഉണ്ടാകണം. അതിന് ഈ യോജിപ്പല്ലാതെ മറ്റൊരു മാർഗവും കോൺഗ്രസിന്റെ മുമ്പിലില്ല. അതുകൊണ്ട് ഈ യോജിപ്പിനെ ദോഷൈക ദൃക്കുകൾ ഒരുപക്ഷെ പരിഹസിച്ചേക്കാം, പരാജയമാണെന്ന് പറഞ്ഞേക്കാം. കോൺഗ്രസുകാരും UDFകാരും ഈ തീരുമാനത്തിൽ സന്തോഷിക്കുന്നു. അതുകൊണ്ട് അവരൊന്ന് ഒരുമിച്ച് പൊക്കോട്ടെ, ഈ പാർട്ടിയും ഗവൺമെന്റും മുന്നോട്ട് പോകട്ടെ. എന്തിനാ ഈ അസഹിഷ്ണുത എന്നാണ് എനിക്ക് ചോദിക്കാവുന്നത്. ശ്രീമതി ലാലി വിൻസെന്റ്, നമുക്ക് വളരെ ചുരുക്കി മറുപടി തരണം എന്ന് അഭ്യർത്ഥിക്കുകയാണ്. താൽക്കാലിക വെടിനിർത്തൽ എന്നാണ് അഡ്വക്കേറ്റ് ജയശങ്കർ പറഞ്ഞത്. ഇപ്പോൾ 730 ബാറുകളിൽ ബിയർ വൈൻ പാർലറുകൾ അനുവദിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത്. അതിൽ 312 ഇപ്പോഴും പ്രവർത്തിക്കുന്നുണ്ട്. അത് ഈ മാർച്ച് 31 വരെ മാത്രമേ കോടതിക്കാണെങ്കിൽ പോലും സാധിക്കൂ. അത് കഴിഞ്ഞതിന് ശേഷം ഈ ലൈസൻസുകൾ അനുവദിക്കില്ല എന്ന് ഗവൺമെൻറ്റിന് അർത്ഥശങ്കയ്ക്കിടയില്ലാത്ത വിധം വ്യക്തമാക്കാം. അവിടെ ഗവൺമെൻറ് വെള്ളം ചേർക്കുകയാണെങ്കിൽ നേരത്തെ ജയശങ്കർ ചൂണ്ടിക്കാണിച്ച ഈ താൽക്കാലിക വെടിനിർത്തൽ അവിടെ അവസാനിക്കും. കാരണം മദ്യനയത്തിൽ സുധീരന് ഇപ്പോൾ യോജിച്ചു പോകുന്നത്, സമവായത്തിലെത്തിയിരിക്കുന്നത് ഈ 730കളുടെ കാര്യത്തിൽ ബിയർ വൈൻ പാർലറുകൾ നൽകാനുള്ള സർക്കാർ തീരുമാനത്തോടുകൂടി ഇത് വീണ്ടും ബാറുകളാക്കി ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചാൽ, അതിന് കോടതിയിൽ കളിച്ചാൽ സുധീരൻ്റെ സ്വഭാവം മാറും എന്നത് വ്യക്തമല്ലേ? അപ്പോൾ ഈ വെടിനിർത്തൽ അവസാനിക്കും. അതായത് ഇപ്പോൾ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞ കാര്യങ്ങൾ വളരെ ശരിയായതുകൊണ്ട് അദ്ദേഹത്തിന് എൻ്റെ അഭിനന്ദനങ്ങൾ. ഇവിടെ വെടിനിർത്തലൊന്നും അല്ല ഉണ്ടായത്, പാർട്ടിയും സർക്കാരും ഒന്നിക്കുകയായിരുന്നു. മാർച്ച് 31-നുള്ളിൽ 312 ബാറുകളുടെ കാര്യത്തിൽ സർക്കാർ ഓൾറെഡി എടുത്ത തീരുമാനം നിലവിൽ വരിക തന്നെ ചെയ്യും. കോടതിയിലുള്ള കേസുകൾക്ക് സർക്കാർ വളരെ ശക്തമായ നിയമയുദ്ധത്തിന് തയ്യാറാണ് എന്ന് ഇന്നലെ തീരുമാനിച്ചിട്ടുണ്ട്. ബിയർ വൈൻ പാർലറുകൾ നൽകുന്ന കാര്യത്തിലുള്ള സർക്കാരിൻ്റെ തീരുമാനത്തിനെ പാർട്ടി ശക്തമായി എതിർത്തിട്ടുണ്ട്. ആ വിയോജിപ്പിൽ പാർട്ടിയുടെ വിയോജിപ്പ് സർക്കാരിന് ബോധ്യപ്പെട്ടിട്ടുണ്ട്. മദ്യ നിരോധന രീതി കോൺഗ്രസിൻ്റെ നയമായതിനാൽ ആ സമരവുമായി കോൺഗ്രസ് മുമ്പോട്ട് പോവുക തന്നെ ചെയ്യും. 720 ബാറുകളിലും ഇനി ഇന്ത്യൻ നിർമ്മിത വിദേശ മദ്യം ഈ സർക്കാർ വിൽക്കുകയില്ല എന്ന് മുഖ്യമന്ത്രി ഉറപ്പായിട്ടും വാഗ്ദാനം ചെയ്തിട്ടുണ്ട്. അതിൽ യാതൊരുവിധ വെള്ളം ചേർക്കൽ ഉണ്ടെങ്കിൽ എന്ത് സംഭവിക്കും എന്നുള്ളതായിരുന്നു ഞാൻ പറഞ്ഞത്. ശ്രീമതി ലാലി വിൻസെന്റ്, വ്യക്തമാണ് താങ്കൾ പറഞ്ഞത്. ശ്രീ സണ്ണിക്കുട്ടി എബ്രഹാം, വളരെ ചുരുക്കി. നികേഷ്, ഈ ചർച്ചയിൽ ഒരിക്കലും ഇന്നലെ നടന്ന ഏകോപന സമിതി യോഗത്തിൽ ആരെങ്കിലും മൊബൈൽ ഫോൺ ഓൺ ചെയ്ത് എന്നെ കേൾപ്പിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. വെറുതെ വളച്ചൊടിക്കരുത്. ഞാൻ പറഞ്ഞത്, ഞാൻ റിപ്പോർട്ടറായിരുന്ന കാലത്ത് എനിക്ക് അത്തരം അനുഭവം കൊണ്ടതേ പറഞ്ഞുള്ളൂ. എനിക്ക് ഇക്കാര്യത്തിൽ ഉമ്മൻചാണ്ടി, VM സുധീരൻ, രമേശ് ചെന്നിത്തല, ഉണ്ണിത്താൻ, ലാലി വിൻസെന്റ് ഇവരൊക്കെ ഒരു കുടുംബത്തിലെ ഏകോദര സഹോദരങ്ങളെ പോലെ ഒന്നിച്ച് പോകണമെന്നാണ് ആഗ്രഹം. പക്ഷേ അത് സംഭവിക്കാൻ പോകുന്നില്ല. ഈ മുറിവുകൾ ഇൻഫെക്ഷൻ അടിച്ചവിടെ കിടക്കും. അതിന് നല്ല ചികിത്സ ഭാവിയിൽ വേണ്ടിവരും. അത് നമുക്ക് കാത്തിരുന്ന് കാണാം. എനിക്കറിയാം രാജ്മോഹൻ ഉണ്ണിത്താൻ അതിൽ പറയാനുണ്ടെന്ന്, പക്ഷേ ചുരുക്കേണ്ടി വരുന്നു സമയക്കുറവ് മൂലം. സണ്ണിക്കുട്ടി എബ്രഹാം, ലാലി വിൻസെന്റ്, രാജ്മോഹൻ ഉണ്ണിത്താൻ, അഡ്വക്കേറ്റ് ജയശങ്കർ, വളരെ നന്ദി. ഇടപെട്ടതിന് നന്ദി.